അല്ല, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ടാം മാസത്തിന്റെ രണ്ടാമത്തെ ദിവസം. നമ്മൾ ക്ഷീണിച്ചു പോകണ്ട, ഒരു മാസം കഴിഞ്ഞുപോയെന്ന് വിചാരിക്കേണ്ട, മറനീക്കി വെളിപ്പെടുന്നത് ഇനി എന്നാണെന്ന് വിചാരിക്കേണ്ട മഹത്വം നിന്റെ മുമ്പിലുണ്ട്. You don't have to get discouraged because we are in the second month. You're wondering, when is His glory going to be unveiled before me? When is it going to happen? The glory is ahead of you. ഹല്ലേലൂയ. സോ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളുടെ സ്നേഹിതനാകും. God is a God who does great things. He is a friend of ours. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാവിലെയും വലിയ കാര്യങ്ങളെ ചെയ്യുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. Even this morning God wants to do great things. നിങ്ങൾ ഓർത്തോണം, ഈ വചന കേൾവി നല്ല കാര്യമാണ്. The hearing of the word is good. നമ്മൾ എഴുതിയെടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. It's good that we note down. പക്ഷേ അതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതാൻ വേണ്ടി ആഗ്രഹിക്കണം. But you must desire to write it in your heart. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലാണ് അത് എഴുതേണ്ടത്. The word has to be written in your heart. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് എന്താ ആവിയായിട്ട് പോകും, ഒന്നുമില്ലാതെ പോകും. Otherwise this will become a vapor. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് എഴുതിയെടുക്കുന്നവരെല്ലാം ബുക്കിനകത്തല്ല എഴുതേണ്ടത്, ഹൃദയത്തിലോട്ട് എഴുതുക. All those who are noting it down, note down in നമുക്ക് your heart. അതിന് ആസ്പദമായി ഒരു ഭാഗം വായിച്ചു തുടങ്ങാം. അപ്പോസ്തലപ്രവൃത്തികൾ 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. So we will read from Acts chapter 28 verse 1, which is a very familiar verse for us. അവിടെ വാക്യം ഇങ്ങനെയാണ് ഇരിക്കുന്നത്: രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മിലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ആമേൻ. ഹല്ലേലൂയ. അവിടെ കാണുന്ന വാക്ക് രക്ഷപ്പെട്ടതിന് ശേഷമാണ് ചില കാര്യങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. We see that after they had escaped, they knew that the island was called Melita, which means after you were saved, certain things are revealed to you. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊന്നും പോകാൻ ഒരു ഉദ്ദേശവുമില്ല. ഉദ്ദേശം, യാത്രയുടെ ഉദ്ദേശം മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ വെളിപ്പെട്ടു വരും. Which means they had no plan to go to this island. They had different plans for the voyage, but after you're saved, certain things will be revealed. അമ്മണി ആന്റി പറഞ്ഞത്, അമ്മണി ആന്റിയുടെ കാല് മുഴുവനും പഴുത്തിരിക്കുകയാണ്, ഇന്ന് പാസ്റ്ററെ വരാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ വാക്കാണ് നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നത്. വാല് പഴുത്താലും ഞാൻ തന്നെ പഴുത്തു പോയാലും ഞാൻ ആരാധനയിൽ പങ്കെടുക്കും. So this morning Amni auntie had inflammation on her leg and she said, I won't be able to make it, but it is such word that stops us. No matter what happens, I will come to this service. അബിനു ബ്രദർ എഴുന്നേറ്റ് മുമ്പേ വന്നേ. മുഖം കണ്ടില്ലേ, വല്ലാതായത് കണ്ടില്ലേ, വേണോ എന്നുള്ള ചോദ്യം. ആണ്ടിക്കും പോരും, മുമ്പിൽ പോരും. ഇവിടെ കുക്ക് തന്നെ ഇരിക്കുന്നു. ഇപ്പുറത്ത് ആണ്ടി ഇവിടെ മുമ്പിൽ. ചിലരെ മുഖത്ത് സംസാരിക്കണം, ചിലരുടെ മുഖത്ത് നോക്കി സംസാരിക്കണം. I want to speak to the face of some people. ഹല്ലേലൂയ. കാര്യം രക്ഷപ്പെട്ടതിന് ശേഷമായിരിക്കും നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. We understand certain things after we are saved. പക്ഷെ രക്ഷപ്പെടണമെങ്കിൽ ഒരു യാത്രയുണ്ട്. യാത്രയ്ക്കകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എത്തിച്ചേരുകയല്ല, ദൈവം ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് ദൈവം നമ്മളെ എത്തിക്കും. But to get saved, there is a journey in between, and the journey may not take you to the place you desire to go, but God will lead us there. മുമ്പിൽ ദുർഘടമല്ല, മഹത്വമാണ് വെളിപ്പെടേണ്ടത്. In front of you, it's not obstacles, but glory shall be revealed. ഇന്ന് രാവിലെ അവിടെ ഇരുന്നു കൊണ്ട് വിശ്വാസത്തോടെ കൂടി പറയണം, ദുർഘടപൂർവമായിരിക്കുന്ന യാത്രയായിരിക്കാം, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, യേശു തന്റെ മഹത്വം എന്റെ ജീവിതത്തിൽ ഇതിന്റെ അപ്പുറത്ത് വെളിപ്പെടുത്തും. Today you must declare to yourself, maybe my journey is full of obstacles, but beyond that God will reveal His glory. ഇന്നലെ ഞാനും ഡാനിയും കൂടെ എറണാകുളത്ത് യാത്ര ചെയ്തപ്പോൾ ഡാനി ചോദിക്കുക, അച്ഛാ എങ്ങനെയാണ് ഇതെല്ലാം സഹിക്കുന്നത്? As I was traveling with Danny to Ernakulam, he asked me, how do you bear all these things? ഒരു വാഴ നട്ടു വെച്ചാൽ നമുക്ക് പ്രശ്നമില്ല, വാഴ നമ്മളോടൊന്നും പറയത്തില്ല. If you plant a banana tree, it won't answer back to you. ഒരു മനുഷ്യനെ നമ്മൾ ഒരുക്കാൻ ശ്രമിച്ചാൽ ആ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കും. But if you try to prepare a man, the man will begin to talk back. മനുഷ്യന് കൈയുണ്ട്, കാലുണ്ട്, വായുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. അവനിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. The man will keep talking to you. അവിടെയാണ് ചോദിക്കുന്നത്, എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു? How do you bear all these things? അപ്പൊ ഞാനൊരു കാര്യം പറയാം, ആരെയും സഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഇത് ദുർഘടമല്ല, ഇതിന്റെ അപ്പുറത്തൊരു മഹത്വം വെളിപ്പെടുമെന്ന് വിശ്വസിച്ചാൽ നിനക്ക് ഈ ലോകത്തിലെ ആർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ ടാസ്കുകൾ ചെയ്യാൻ പറ്റും. It's not easy to bear anyone, but if you consider these things
as not obstacles but something to reveal His glory, you will be able to handle it. ഒന്ന് രാവിലെ ഒരു കാര്യം, യേശു എനിക്ക് തന്റെ മഹത്വം മുമ്പിൽ വെച്ചിട്ടുണ്ട്. God has kept His glory before The me. best is yet to come. നല്ലത് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതുവരെ കണ്ടതൊന്നും അല്ല നല്ലത്. ഇതുവരെ കണ്ടതെല്ലാം ദുർഘടങ്ങളാണ്. ഇതുവരെ കണ്ടതെല്ലാം തകർച്ചകളാണ്. ഇതുവരെ കണ്ടതെല്ലാം ഒഴിവാക്കലുകളാണ്. ഇതുവരെ കണ്ടതെല്ലാം ഒറ്റപ്പെടുത്തലുകളാണ്. എങ്കിൽ നിനക്ക് അതിനേക്കാളും വലിയൊരു മഹത്വം കർത്താവ് നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. This morning declare that God has kept a glory ahead of me. Until now maybe I've seen difficulties, maybe all I've seen is obstacles, but there is a glory that is ahead of me. ഹല്ലേലൂയ. Hallelujah. ഞങ്ങൾ ഇന്നലെ പോയവരുടെ വണ്ടിക്ക് ഭയങ്കരമായ പ്രോബ്ലം ഉണ്ടായി. അതിന്റെ കൂളന്റ് എല്ലാം എങ്ങനെ പോയെന്ന് അറിയത്തില്ല. വണ്ടിയെല്ലാം കൂടെ ഹീറ്റായി ഭയങ്കര പ്രശ്നമായി. വിളിച്ചു ചോദിച്ചോണ്ടേ പറഞ്ഞു എന്തോ ചെയ്യാൻ പറ്റും, ഇവിടെ സർവീസ് സെന്ററിൽ കൊണ്ടുവന്നാലല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ബാറ്ററി വാട്ടറൊക്കെ ഒഴിഞ്ഞ് ഞങ്ങൾ ഏതാണ്ട് അതിന് 17 ലിറ്റർ ബാറ്ററി വാട്ടർ ഉപയോഗിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നത്. ഒഴിച്ച് നിർത്തി തണുപ്പിച്ച് വെള്ളം ഒഴിച്ച് പിന്നെയും ഓടിച്ച് പിന്നെയും ഭയങ്കര ദുർഘടങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ. It was difficult. The journey was difficult because the coolant was not there and the vehicle was heating up. So we had to use battery water in between to keep cooling, stop in the between, and then somehow we travel back and forth. When you look at it, it was full of obstacles. പണ്ടായിരുന്ന ഞാൻ എന്റെ ജനിച്ച സമയത്തെ കൂടെ ഓർത്ത് പ്രാഗീനമായിരുന്നു. If it was the old me, I would have cursed the day I was born. ആ കാര്യം ഞാൻ ഏത് സമയം നോക്കിയടാ ജനിച്ച് എനിക്ക് മാത്രം എന്തോടെ ഈ ദുർഘടങ്ങൾ, എനിക്ക് മാത്രം എന്താടെ പ്രശ്നങ്ങൾ എന്ന് ചിന്തിച്ചിരുന്നൊരു കാലമുണ്ട്. Maybe I would have wondered why is it happening only to me. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെയെല്ലാം വളരെ ലളിതമായ രീതിയിൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്റെ ലക്ഷ്യത്തെ കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടെന്ന് അർത്ഥം. When you face obstacles, if you are able to handle it, that means you have a clear understanding about your goal. അതുകൊണ്ടാണ് 28-ാം അധ്യായത്തിൽ നമുക്കറിയാം ഈ നിൽക്കുന്ന മനുഷ്യൻ പൗലോസ്ലീഹയാണ്. പൗലോസിന് വ്യക്തതയുണ്ട്. കാര്യം കർത്താവിന്റെ ശബ്ദം ഇടയ്ക്കെല്ലാം കേൾക്കുന്നവനാണ്. ഹല്ലേലൂയ. രക്ഷപ്പെട്ടതിന് ശേഷമാണ് അറിയുന്നത് എന്തിനാ ഇവിടെ വന്നത്. ഇപ്പം And after they were saved, they realized, why are we here? നമ്മൾ രാവിലെ വിചാരിക്കുക എന്തിനാടാ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ maybe you're wondering, why am I seated here? അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഒരു കാര്യം വിശ്വസിച്ചോണേ, ഇതിന്റെ അപ്പുറത്തൊരു മഹത്വം നിന്നിൽ വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. Which means beyond your understanding, God wants to reveal His ഇതുവരെ glory. കണ്ടതൊന്നുമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന് 9-ാം വാക്യത്തിൽ പറയുന്നത് ഗ്ലോറി ഓഫ് ദ ലാറ്റർ ഷാൽ ബി ഗ്രേറ്റർ ദാൻ ഓഫ് ദ ഫോർമർ. മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും Haggai 2:9 says, വലിയ മഹത്വം വെളിപ്പെടുന്ന ദിനങ്ങളായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം. we must see these days are days where a greater glory is going to be revealed. എനിക്കായി കരുതിയിരിക്കുന്ന ഏറ്റവും നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ബിസിനസ്സിനകത്ത് വർധനവുണ്ടാകും. If you believe that what God has kept for me is great, that your business will flourish. നിന്റെ ജോലിക്കകത്ത് തകർച്ചയല്ല വരുന്നത്. നീ കർത്താവിനെ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് തന്റെ മഹത്വം നീ ചെയ്യുന്ന ജോലിക്കകത്ത് വെളിപ്പെടുത്തും. If you are someone trusting in the Lord will reveal His glory in the work of your hands. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. In your family, God's glory will be revealed. കാരണം ദൈവം ആഗ്രഹിക്കുന്ന നീ കഷ്ടപ്പെട്ടിരിക്കണമെന്നല്ല, ഈ ദുർഘടങ്ങളെ നീ തരണം ചെയ്തു പോകുമ്പോൾ ദൈവത്തിനൊരു അവസരം കിട്ടിയാണ് തന്റെ മഹത്വത്തെ ആ ദുർഘടത്തിന് അപ്പുറത്ത് വെളിപ്പെടുത്തും. God doesn't want you to go through these troubles and obstacles. Beyond that, God wants to reveal His glory. നിങ്ങൾ ബേസിക് ഒരു കാര്യം മനസ്സിലാക്കേണ്ട, നിന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന മഹത്വത്തിന്റെ വലിപ്പം എത്രയാണ്, അതിനനുസൃതമായ നിന്റെ ഒബ്സ്റ്റക്കിൾസ്, നിന്റെ തടസ്സങ്ങൾ. The obstacles that are ahead of you is directly proportional to the kind of glory that is ahead of you. സത്യമായിട്ട് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, പാസ്റ്ററിന് അങ്ങനെയൊക്കെ പറയാം, പാസ്റ്ററിന് അറിയത്തില്ലല്ലോ എന്റെ പ്രശ്നം. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പാസ്റ്ററിന് അറിയാവുന്നതിന്റെ അപ്പുറത്തായി കർത്താവിന് അറിയാൻ നിന്റെ വിഷയം എന്താണെന്ന് അതിനെ വെളിപ്പെടുത്താനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. You might wonder, pastor doesn't know my issues, pastor doesn't know what I'm going through, but there is a glory that is to be revealed. എന്റെ കടം മാറണ്ടായോ? My debt has to be cleared. ആ കടം മാറാൻ വേണ്ടിയാണ്. അതിന്റെ അപ്പുറത്ത് നിന്റെ കടത്തെ മാറ്റുന്നവൻ നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്വത്തിലേക്ക് നീ ശ്രദ്ധിച്ചാൽ നിനക്കറിയത്തില്ലായിരിക്കാം, നിന്റെ കടം മാറുമ്പോൾ അവന്റെ പേരിന് യശസ് കൂടുകയാണ് ചെയ്യുന്നത്. Hallelujah. Maybe you don't know, maybe you're full of debt, but if you're going to see the Lord who has kept the glory ahead of you,
His name will be glorified when your debts are removed. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം വരെ അയ്യോ എങ്ങനെ വരുമെന്ന് ചിന്തിച്ചായിരിക്കാം ചിലപ്പോൾ രോഗം നിങ്ങളെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല, രോഗമേ നിനക്കെന്നെ തൊടാനൊക്കത്തില്ല. നീ എന്നെ എത്ര ഉപദ്രവിച്ചാലും ഇന്ന് എന്റെ രക്ഷകനെ സ്തുതി, എന്റെ പിതാവിനെ ആമേൻ ആരാധിക്കുന്ന ദിവസമാണ്. ഞാൻ അവനെ ആരാധിക്കുക തന്നെ ചെയ്യും. എവിടെ ഇരുന്ന്? വീട്ടിലിരുന്നല്ല. എന്റെ സഹോദരങ്ങൾ ഒരുമിച്ച് വരുന്നിടത്ത് ഞാൻ അവനെ സ്തുതിക്കുക തന്നെ ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ, ആഗ്രഹിച്ചാൽ മഹത്വം വെളിപ്പെടും. Maybe there were a lot of obstacles in your way coming to church, but beyond the obstacle, if you say that I will worship him amongst my brethren, you will see his glory. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് നല്ലതേ തരത്തുള്ളൂ. God will always do good things. നല്ലതേ 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 വരികയുള്ളൂ എനക്ക്, നല്ലതേ 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 വരികയുള്ളൂ. എന്നെ വരത്തുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ എനിക്ക്, നല്ലതേ 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 വരികയുള്ളൂ. എന്തു വന്നാലും ഏതു വന്നാലും നല്ലതേ വരികയുള്ളൂ. പറഞ്ഞേ, എന്തു വന്നാലും ഏതു വന്നാലും നല്ലതേ വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ എനിക്കു, നല്ലതേ 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 വരികയുള്ളൂ. അതുകൊണ്ട് ആരെയാണ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്, അവൻ നിങ്ങളെ ഒരിക്കലും ഒഴിവാക്കി മുമ്പോട്ട് പോകുന്നവനല്ല. Whom have you kept before you? He will never ignore you. യേശു എനിക്ക് നല്ലതേ വരുത്തിയുള്ളൂ. God will do good things for അവിടെ me. ഇരുന്നോണ്ട് പറ, ഇപ്പോഴത്തെ എന്റെ അവസ്ഥ മാറും. My current situation will change. 500-ാമത്തെ വയസ്സിലാണ് നോഹയെ ഒരു വലിയ പരിപാടിക്ക് വേണ്ടി ദൈവം വിളിക്കുന്നത്. God called Noah at the age of 500. ഇന്ന് നമ്മൾ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നോഹയുടെ 500-ാമത്തെ വയസ്സ് പോയിട്ട് നമ്മൾ ചിന്തിക്കാൻ പറ്റത്തില്ല ഈ 500 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന കാര്യം. Today you can't even imagine living for 500 years. ഏതാണ്ട് മനുഷ്യന്റെ യാത്രയുടെ ഏതാണ്ട് നല്ല ഭാഗം കഴിഞ്ഞു നിന്നിട്ട് ഒരു മനുഷ്യനെ വിളിക്കുന്നത്, എനിക്ക് വേണ്ടി നീ ഒരു പ്രവൃത്തി ചെയ്യണം. I think when the man has reached the time of his life, at the end of his life, God calls him for a great പക്ഷെ അയാൾ task. കേട്ടത് ഒരു മാനുഷിക ശബ്ദമല്ല, അയാൾ കേട്ടത് ദൈവശബ്ദമാണ്. He heard the voice of God. അപ്പൊ സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യതയുമില്ല. There was no possibility. കാര്യം ജീവിതത്തിൽ ഇയാൾ മഴ പെയ്യുന്ന കണ്ടിട്ടില്ല, He's never seen rain in his വെള്ളപ്പൊക്കം life. എന്താണെന്ന് അറിയത്തില്ല, He didn't know flood. അയാൾ കടലാസ് കൊണ്ട് പോലും ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ടില്ല. He's never even made a paper boat. അങ്ങനെയുള്ള ഒരുത്തൻ ഇത്രയും വലിയ ഈ ഭീമാകൃതിയിലുള്ള ഇത്രയും വലിയ ഒരു പെട്ടകം എങ്ങനെ ഉണ്ടാക്കും? Such a person, how can he make a ഭയങ്കരം gigantic ചലഞ്ചാ. ark like that? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആയിരുന്നു കർത്താവ് ഇങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ If God had called one of you നിങ്ങൾ like പോയ this, വഴിയിൽ പുല്ലും പൂടയും കാണത്തില്ലായിരുന്നേ. you would have ran away. കാര്യം നമ്മൾ ഉടനെ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കാൻ തുടങ്ങും, എനിക്ക് കഴിയുമോ. അവിടെയാണ് 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലെ കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അവന്റെ കണ്ണിനകത്ത് അവൻ നോഹ കൃപ കണ്ടെത്തി. That is why it says in Genesis 6:8, when Noah found grace in his eyes. നോക്കിയേ, അവന്റെ ദൃഷ്ടിക്കകത്ത് അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ, അവന്റെ മുഖത്തെ ദർശിച്ചപ്പോൾ അവന്റെ കണ്ണുകളിൽ നിനക്ക് ആവശ്യമായിരിക്കുന്ന കൃപ ഞാൻ പകരാമെന്നത് അവൻ കണ്ടു, മനസ്സിലാക്കി. When Noah looked at the face of God, when Noah beheld the eyes of God, he found grace to fulfill the task. രണ്ടു കാര്യമായി ചെയ്തുകൊണ്ടിരുന്നു. ഒന്ന്, നല്ല സമയമെല്ലാം നോക്കി മനുഷ്യർ കൂടി വരുന്ന സ്ഥലങ്ങളിൽ ചെന്നിട്ട് പ്രസംഗിക്കണം മഴ പെയ്യുന്നുവെന്ന്. One of the things he had to do was to preach that there was going to be a rain. അതുപോലെ തന്നെ ഈ പറയുന്ന രാത്രിയിലൊന്നും മരം വെട്ടിക്കൊണ്ട് വരാനൊക്കത്തില്ല. അതേ സമയം തന്നെ മരം എവിടുന്നോ വെട്ടിക്കൊണ്ട് വന്ന് ഈ പെട്ടകം ഉണ്ടാക്കാൻ ആരംഭിക്കണം. At the same time, he had to bring the wood from somewhere else to make the ark. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ കൃപ കണ്ടെത്തുന്നവനൊരു സ്പെഷ്യൽ ഒരു എന്താ പറയുന്നത്, ഒരു മഹത്വം അവൻ കാണും, പ്രത്യേകതയുള്ള മഹത്വം അവൻ ദർശിക്കും. One who finds a grace in the eyes of God will experience a special kind of glory. അവന് തടസ്സങ്ങളല്ല, നെഗറ്റീവായിട്ടല്ല അവൻ പറയുന്നത്, ഞാൻ അതും ചെയ്യും ഇതും ചെയ്യും. He didn't say anything negative about it. I will do this. നമ്മളാണ് ഇപ്പൊ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം, വേണേ പെട്ടകം ഉണ്ടാകാം, പ്രസംഗിക്കാനൊക്കെ കർത്താവ് ആരേലും ഒരുക്ക്, ഇത് രണ്ടും കൂടെ എന്നെ കൊണ്ട് നടക്കത്തില്ല. What would we do? We would tell the Lord,
Either I'll make the ark or I'll preach. I can't do both. You അതുകൊണ്ട് find somebody else. പൗലോസ്ലീഹയൊക്കെ പറയാം, തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മളെ മുൻനിയമിച്ചിരിക്കുക. That is why Paul said, for the praise of his glory we are predestined. കൃപ വന്നപ്പോൾ, മഹത്വം വെളിപ്പെട്ടപ്പോൾ, ആമേൻ, കേവലം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഭയങ്കര ശക്തിയാണ് ഉണ്ടായത്. When grace came and glory came, there was a special strength in the man. നമ്മളായിരുന്നു ഇപ്പൊ എത്ര ബംഗാളികളെ ഇപ്പം അവിടുന്ന് ഇറക്കിയതിനായിരുന്നു. If it was us, we would have employed Bengalis to do the ആരുമില്ല. task. അയാളെ പറഞ്ഞാ കേൾക്കുന്ന 3 ആമ്പിള്ളേരെ അയാൾക്കുണ്ടായിരുന്നു. But he had 3 obedient sons. പിന്നെ പോരാഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാത്ത 3 മരുമക്കളും ഉണ്ടായി. And 3 good daughter-in-laws. എന്തോ പറഞ്ഞാലും കേൾക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. A wife who was obedient. ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നാ ചോദിച്ചാൽ പറഞ്ഞാ കേൾക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. He had an obedient wife. അനുസരണമുള്ള 3 മക്കളുണ്ടായിരുന്നു. And obedient 3 children. അപ്പനെ അനുസരിക്കുന്ന മക്കളെ കണ്ടു കഴിഞ്ഞാൽ പെമ്പിള്ളേർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അവള് വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നത് ഇവിടെ ചെയ്യത്തില്ല, ഇവര് ചെയ്യുന്നത് അവരും ചെയ്തു. And when these wives see obedient sons, they will also comply. ഒത്തിരി പേരൊന്നും വേണ്ടാന്നേ, വീട്ടിലുള്ളവരെല്ലാം കൂടെ ഉണ്ടെങ്കിൽ വലിയ പെട്ടകം പണിയാമെന്ന്. You don't need many people. When your household stands together, you can make an ark. അതാ ഈ സദൃശ്യവാക്യം 3-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം പറയുന്നത്. Proverbs 3:35. വൈസ് വിൽ ഇൻഹെറിറ്റ് ഗ്ലോറി. എങ്ങനെ എഴുതിയിരിക്കുന്നത്? 3-ന്റെ ബഹുമാനത്തെ അവകാശം. ബഹുമാനം ഈ മലയാളത്തിൽ വന്നിരിക്കുന്നത് ബഹുമാനം എന്നല്ല. വൈസ് വിൽ ഇൻഹെറിറ്റ് ഗ്ലോറി. മഹത്വം അവർ അവകാശമാക്കും. പോഷന്മാരുടെ ഉയർച്ചയോ എന്താ ഇന്ന് മടിയന്മാർക്ക് എന്താ പറയുന്നത്? ബട്ട് ഷെയിം ഷാൽ ബി the promotion of fools. The shame, but shame shall be the promotion of fools. അപമാനം ഉണ്ടാകത്തേ ഉള്ളൂ ഈ പറയുന്ന ഈ മടിയന്മാർക്ക്, മൂഢന്മാർക്ക്. The wise shall inherit glory, but shame shall be the promotion of fools. See, അപമാനത്തിന്റെ മറുവാക്ക് എന്താണ്? അപമാനത്തിന്റെ എതിർവാക്ക് എന്താ? മഹത്വം. Opposite of shame is glory. അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ എതിർവാക്ക് എന്താണ്? Opposite of wisdom is ജ്ഞാനത്തിന്റെ എന്താ പറയുക? ഭോഷത്വം, ബുദ്ധിഹീനത. is foolishness. അപ്പൊ ഇവിടെ ജ്ഞാനികൾക്ക് ബഹുമാനം അവകാശമായിട്ട് കിട്ടും. ജ്ഞാനികൾക്ക് മാത്രമേ ബഹുമാനം അവകാശമായിട്ട് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ മാത്രമേ മഹത്വം കണ്ടെത്തത്തുള്ളൂ. Which means only the wise will find glory. ഇന്ന് രാവിലെ ആഗ്രഹിക്കണം, ഈ 2-ാം മാസത്തിന്റെ ഈ പ്രാരംഭ ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കണം, നിനക്ക് ബുദ്ധിഹീനതയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയണം, നിന്റെ ബുദ്ധിഹീനതയെ പരിശുദ്ധാത്മാവ് മുറിച്ച് ഊരക്കളയും. The second month we must say, if you have foolishness in you, let the Holy Spirit remove it from you. ഇതുവരെ ചെയ്തതെല്ലാം മഹാമണ്ഡത്തരമായിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയും, അങ്ങനെയുള്ള എന്റെ നാണക്കേടുകളെ അതിൽ നിന്ന് എന്നെ ഒഴിവാക്കണമേ, എന്റെ അപമാനങ്ങളെ എന്റെ ജീവിതത്തിൽ നിന്ന് അവിടെ തുടച്ചു മാറ്റണമേ, എന്റെ അങ്ങനെയുള്ള യാത്രകളെ മുഴുവനും അവിടുന്ന് ഇപ്പോൾ തന്നെ നിർത്തലാക്കണമേ. Maybe whatever you've done till now has been foolishness. Nothing really worked out. ആഗ്രഹത്തോടെ പറയാം, ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിലെല്ലാം മുറിഞ്ഞു പോകട്ടെ. Let it be cut off in the name of the Lord. നിന്റെ എല്ലാ അപമാനങ്ങളും നാണക്കേടുകളും നിന്റെ മനസ്സിനകത്ത് നീ ഉയർത്തി വെച്ചിരിക്കുന്ന നിന്റെ അറിവിനകത്തുള്ള എല്ലാ ഭോഷത്തരങ്ങളും ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ അത് മുറിഞ്ഞു പോകട്ടെ. Let all the shame, നീ ബലത്തോടെ ഇരുന്ന് പറ, ഞാൻ ജീവിതത്തിൽ ചെയ്തെല്ലാം ബുദ്ധിമോശങ്ങളാണ്, അബദ്ധങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവേ, ഈ 2025-ന്റെ 2-ാമത്തെ മാസത്തിന്റെ 2-ാം ദിവസം ഇരുന്ന് എനിക്കൊരു പുതിയ യാത്ര ആവശ്യമാണ്. അതുകൊണ്ട് എന്റെ അപമാനങ്ങളെല്ലാം മാറിപ്പോകട്ടെ, നാണക്കേടുകളെല്ലാം മാറിപ്പോകട്ടെ. Maybe whatever I've done is foolishness till now. I've been through shame, but this second month, second day, let's ask the Holy Spirit, Lord, let all my shame, all my foolishness be removed by the power of the Holy Spirit. Hallelujah. Hallelujah. ഈ മഹത്വത്തിന്റെ നാണക്കേടുകൾ വരുത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? What are the areas that brings shame into our lives? മഹത്വത്തിന് എതിരായി നിൽക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? What are the things that are opposite to glory? ഹല്ലേലൂയ. പല കാര്യങ്ങളുണ്ട്. ഒരു 5-6 കൂട്ടം കാര്യങ്ങൾ ഞാനിപ്പോ പറയാം. So I will tell you a few things. ഒന്നെന്ന് പറയുന്നത് രോഗം എന്ന് പറയുന്നത് മഹത്വത്തെ വെളിപ്പെടുത്താത്ത ഒരു കാര്യമാണ് ഈ രോഗം. One is sickness. Sickness never reveals glory. ചിലർക്ക് ഈ രോഗം എന്ന് പറയുന്നത് ഒരു സൗകര്യമായിട്ട് എടുക്കും. രോഗമാണല്ലോ അതുകൊണ്ട്. Some people take it as an excuse. രോഗം മഹത്വമായിട്ട് ആരും പറയത്തില്ല. Nobody will say sickness is glorious. രോഗത്തിന് ഒരിക്കലും അഡ്വർടൈസ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ വലിയ ഗ്ലോറിയസ് ആളാണെന്ന് രോഗത്തിന് പറയാനൊക്കത്തില്ല. Sickness can never advertise itself as something great. ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും വന്നു പറയാം, പാസ്റ്ററെ എനിക്ക്
HIV ആണ്, ഐ മീൻ എന്താ പറയുന്നത്, ഗ്ലോറി എന്ന് പറയുമോ? Will any of you come and say, I have HIV and that is very glorious? എനിക്ക് എയ്ഡ്സ് ആണ്, ഗ്ലോറി എന്ന് പറയുമോ? Will anybody say, I have AIDS, glory? നമുക്ക് തന്നെ അറിയാം, വലിയ അപമാനത്തിന്റെ വർത്തമാനം അത്. We know that it is something of utter shame. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവമഹത്വത്തിന് ഈ രോഗവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. God's glory has no connection to sickness. രോഗം നാണക്കേടാണ്, ദൈവപ്രവൃത്തിക്ക് വിരോധമായിട്ടുള്ളതാണ് രോഗം. Sickness is opposite to the work of God. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ടെ അതെല്ലാം അഴിഞ്ഞു മാറി പോട്ടെ. If someone is thinking that way, let it be removed. അതെ, ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഇപ്പോഴത്തെ ആശാ വർക്കേഴ്സ് ഒക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വെച്ച് പ്രായമില്ല നോക്കിച്ച് ഉടനെ അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വന്നിരിക്കുക, ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ സാധ്യതയുള്ള പ്രായമായി, അതുകൊണ്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. പിന്നെ അവരോട് ബന്ധപ്പെട്ട ഇത് പോകുമോ? LSD, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പം എന്തൊക്കെ വരും? കേട്ടോ, അത് പിടിച്ചോ, എടുത്തോണ്ടിരുന്നു, അത് പിടിച്ചോണ്ട്, അത് പറയരുതത്. ഒരു പ്രായം കഴിഞ്ഞാൽ എന്ത് വരും? ഒരു പ്രായം കഴിഞ്ഞാൽ മഹത്വം വെളിപ്പെടണം. മേലാലി ഒരു പ്രായം കഴിയുന്നുണ്ടെങ്കിൽ നമ്മളിത് ട്രെയിൻഡ് ആണ്. കുഞ്ഞിലെ തൊട്ട് നമ്മൾ കേൾക്കുകയാണ്, എത്ര ആകുമ്പം അത്രയും ആകുമ്പോൾ ഇന്നത് വരാനുള്ള സാധ്യതകളുണ്ടെന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ച് നമ്മൾ അതിനകത്തേക്ക് വളരെ ആയാസന കയറിപ്പോവും. Because we have trained our minds to believe that beyond certain age, what should come is a set of sicknesses that has been tuned in our mind. But what needs to be revealed is not sickness but glory. ഇതിപ്പം രാജ്യം പറഞ്ഞതേ ഉള്ളൂ, മിക്കവാറും എല്ലാവരുടെയും അകത്തായി ചിന്തിരിക്കും, 50 ആയില്ലേ, Everybody thinks you're 50, you're 60. 60 കഴിഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ളാം? 60 കഴിഞ്ഞാലാ നിന്നെ കൊള്ളാവുന്നത്. Beyond 60 you're useless, but beyond 60 എടാ, 50 വർഷത്തെ നിന്റെ ജീവിതത്തിന്റെ പരിചയം അടുത്ത 50 വർഷം കൂടെ ഉപയോഗിക്കാൻ ദൈവം നിന്നെ തന്റെ മഹത്വം നിന്നെ കൂടി വെളിപ്പെടുത്തുമെന്ന് നീ വിശ്വസിക്കണം. You must believe that God is going to use 50 years of experience of your life to reveal His glory in the next 50. പലരുടെ ഈ പ്രായമായവരുടെ ചിന്ത കഴിഞ്ഞാൽ മക്കളുടെ എല്ലാം കല്യാണം കഴിഞ്ഞു, അവരെല്ലാം സെറ്റിലായി, ഞങ്ങളും സെറ്റിലായി, നമ്മൾ ഗെറ്റിലുമായി, അല്ലെ അവർ നമ്മളെ തൊട്ടിലാക്കും. Once you reach a particular age, you think that my children are settled, now let me also settle. മൂത്ത മോന് അവന് വിവാഹിതനായ മക്കളുമായിട്ട് ജീവിക്കുന്നു, രണ്ടാമത്തെ മോഹന് അവന് അവിടെ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു, മൂത്തവന് ഇവിടെ കാനഡയിൽ ജീവിക്കുന്നു, ഇളയ മോളാണെങ്കിൽ അവർ ഫാമിലിയായിട്ട് അങ്ങ് ഊക്കയിലാണ്. ഞങ്ങളെല്ലാം സെറ്റിലായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏത് രോഗം വന്നാലും പിള്ളേരൊക്കെ വെളിയിലായതുകൊണ്ട് എവിടെ വേണേലും പോയി ട്രീറ്റ് ചെയ്യാനെന്താ ഒരു കുഴപ്പമില്ലെന്ന്. സ്തോത്രം. ഇങ്ങനെ നമ്മൾ we are trained to do that. You are training yourself to say that my elder daughter is settled, my younger son is settled in various parts of the world. We are also settled, so no matter what sickness comes, we are okay. We have enough resources to get treated. എൻ്റെ ഒരു പാസ്റ്റർ ഫ്രണ്ട്, ഞാൻ ഇവിടെ സെൽ മീറ്റിങ്ങിനകത്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച്, മാത്യു എന്ന് പറഞ്ഞ അയാളുടെ നല്ലൊരു സഹോദരിയാണ്. പെട്ടെന്ന് ഈ ക്യാൻസർ ഉണ്ടായി. 2 ആഴ്ച കൂടുമ്പോൾ കീമോ എടുക്കണം. ഒരു കീമോയ്ക്ക് 2.5 ലക്ഷം രൂപയാണ് ഒരു കീമോയ്ക്ക്. One of my pastor friends' wife got cancer. Every 2 weeks she has to take chemo that costs 2.5 lakhs. 10 കീമോ അപ്പോൾ എത്ര രൂപയായി? Imagine 10 such chemos. ഒരു നിവൃത്തിയുമില്ല. They have no way. ഒരു നിവൃത്തിയുമില്ല. No resource. പലരും സഹായിച്ച ഇപ്പൊ ചെയ്യുന്നത്. People are all helping and they do ഇത് മഹത്വമാണോ? Is this glory? വല്ലവരും സഹായിച്ചു കാണുക, അത് ദൈവമഹത്വം എന്ന് പറയാൻ പറ്റൂ? Somebody would have helped, that's not glory. രോഗം വരാതിരിക്കുവാൻ നീ മഹത്വത്തെ ആശ്ലേഷിക്കുക. To keep away sickness, embrace glory. ഹല്ലേലൂയ. എനിക്ക് ഈ പറയുന്ന പോലെ ടെൻഡൻസികൾ വന്നിരുന്നത്. ഒരു സമയത്ത് ഇവിടെ 6 ഡോക്ടേഴ്സും ഇഷ്ടം പോലെ നേഴ്സസും ഉണ്ടായിരുന്നു ഇതിനകത്ത്. At one point this church was full of doctors and nurses. എന്തായാലും വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, ഡോക്ടറെ ഒന്ന് നോക്കിക്കാണ്ട്, ഇത് എന്തോ അസുഖം ഏതാണ്ട് നോക്കിക്കുക. എന്നെ കർത്താവ് ശുശ്രൂഷ നിർത്തിയ ഞാൻ ഡോക്ടറിനോട് പറയാം, ഡോക്ടർ നോക്കിയെന്ന് പറയും. So I had this tendency, anything comes I would tell our doctors here to check. So instead of making me the minister where I need to minister, I was seeking their help. എന്റെ പോക്ക് കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് കർത്താവ് അവരെല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് തന്നു. Once they all left the church, God gave me a doctorate. കൃപയ്ക്കകത്ത് ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് കർത്താവിനെ പഠിപ്പിച്ചു. The Lord taught me how to operate everything in ഒന്നാമത്തെ കാര്യം, മഹത്വത്തിന് വിപരീതമായി നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം രോഗം തന്നെയാണ്. Sickness is opposite to glory. പക്ഷെ അവിടെ നിനക്കിന്ന് രോഗമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ രോഗത്തെ മറികടക്കാൻ, അതിനെ ഇല്ലാതാക്കുവാൻ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ അവിടെ ഇരുന്നോണ്ട് പ്രാർത്ഥിക്കുക. You must pray
wherever you are, that if you have sickness, God's glory will be revealed. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം തോൽവികൾ, ഫെയിലിയർ The അല്ലെങ്കിൽ ഡിഫീറ്റ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവമഹത്വത്തെ ഒരിക്കലും വെളിപ്പെടുത്തുന്നതല്ല. The second aspect is failure or defeat. It will never reveal glory. ഏതായാലും പിള്ളേർ ഓടി വന്നു ഞാൻ തോറ്റ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമോ? Will anybody say, I failed? Hallelujah, praise the Lord. നിങ്ങളൊക്കെ ചിലപ്പം പറയാമായിരിക്കും തോറ്റതിന് തോത്രം. അപ്പനും അമ്മയും വിഷമിക്കുകയായിരുന്നു, ജയിച്ചിരുന്ന ഞാൻ എന്നെ വിടാൻ അവർക്ക് ഫീസ് പോലും കൊടുക്കാൻ കാശില്ലായിരുന്നു, ഒരു തോത്രം തോറ്റതിന്. Would you ever say that it's good that you failed? 1983 ഞാൻ അത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പോയി വേൾഡ് കപ്പ് കിട്ടിയ ഒരു സമയം ഞാൻ ഓർക്കുകയാണ്. 1983, I remember when Indian cricket team got the World Cup. മലയാള മനോരമയെ കൂടെ അല്ലാതെ നമുക്ക് ഫോട്ടോ കാണാനൊക്കത്തില്ല. പിന്നെ റേഡിയോ ചെറിയ ട്രാൻസിസ്റ്റർ വെച്ചത് ഇങ്ങനെ കേൾക്കുകയാണ്. അയ്യോ ജയിക്കുമെന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ കേൾക്കാൻ പോയി എല്ലായിടത്തും എല്ലാ ആൾക്കാരും ഈ ട്രാൻസിസ്റ്റർ റേഡിയോ ഉപയോഗിച്ച് ഈ കമന്ററികൾ, റണ്ണിംഗ് കമന്ററി കേട്ടോണ്ടിരിക്കുക. People all across were listening to the running commentary with the transistor radio. അത് ഇംഗ്ലണ്ടിൽ ലോർഡ്സിൽ വെച്ചാണ് ഈ കളി നടക്കുന്നത്. അവിടെ വെച്ച് ഇന്ത്യ ആ വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടി. That was held in England and India got the World ആ Cup. പോയവരെത്ര പേരാണ്, കളിക്കുന്നവരെത്ര പേരാണ്, പക്ഷേ മഹത്വം കിട്ടിയതാറ് ഇന്ത്യക്ക്. How many players played, but glory came to India. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം മുഴുവനും ആ വിജയത്തെ ആഘോഷമാക്കി. ആ പോയ കളിച്ചവർക്കും അതിനകത്ത് ടീമിലുണ്ടായിരുന്ന എന്താ പറയുക, ഡോക്ടേഴ്സ്, മാനേജേഴ്സ്, കോച്ച് ആരൊക്കെയുണ്ട്, എല്ലാവർക്കും ഇൻഡിവിജ്വലി അവർക്കെല്ലാം മഹത്വം കിട്ടിയില്ലേ? Every individual part of the team got the glory. അവൻ തോറ്റേച്ച് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ വന്നേച്ച് സെൽഫി എടുക്കൂ? If they had failed and come, will anybody go? നീ തകർന്ന് കിടക്കുന്ന എന്നോട് ആരേലും സെൽഫി എടുക്കാൻ വരുമോ? If you are a failure, anybody would come. തോറ്റിട്ട് വരുന്ന ടീമിന്റെ അടുക്കൽ ഏതെങ്കിലും പത്രക്കാരി എന്ന് വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ തോറ്റത് എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുവോ? Will the media go behind failed people? തോറ്റവരുടെ അടുക്കൽ ആരും വരത്തില്ല. Nobody will come to failures. എല്ലാവരും ഒഴിഞ്ഞു മാറും. They all will reject എന്നാൽ you. ഇന്ന് നീ വിശ്വാസിക്കാൻ, നീ ജീവിതത്തിനകത്ത് മൊത്തം തോറ്റു കിടക്കുവാണെങ്കിൽ ജയാളിയായ ഒരുത്തൻ, സകലത്തിനെയും ജയിച്ചവൻ, നിന്റെ തോൽവിയുടെ മുകളിൽ നിനക്ക് ജയം തരാൻ വേണ്ടി നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. The one who is more than a conqueror is coming to you if you have been in അതുകൊണ്ട് failure. ഇന്ന് അവിടെ ഇരുന്നുകൊണ്ട് വേണം, ഞാൻ യേശു കർത്താവിൽ ജയാളിയാണ്. എങ്ങനത്തെ ജയാളി? പൂർണ്ണ ജയം പ്രാപിച്ചവനാണ്. And so you must say, I am more than a conqueror in Christ റോമർ Jesus. 8:37 I am more than a conqueror. ഞാൻ ക്രിസ്തുയേശുവിൽ പൂർണ്ണ ജയം ലഭിച്ച വ്യക്തിയാകുന്നു. I am more than a conqueror in Christ ആമേൻ. Jesus. തോറ്റവരെ ജയിപ്പിക്കാൻ കൂടെ നിൽക്കുന്ന ഒരു ശുശ്രൂഷ നിന്റെ മേൽ വെളിപ്പെടണം. And you must have a ministry where you must make the failures into success. പലരുടെ അവസ്ഥ തോൽക്കുന്നവനെ ഒരിക്കലും ആരും സഹായിക്കത്തില്ല. ഇല്ലല്ല, നീ കർത്താവിൽ ജയിച്ച വ്യക്തിയാണെങ്കിൽ തോൽക്കുന്നവരെ താങ്ങിക്കോണം. If you are somebody who is already victorious in the Lord, you must support എന്നാ കാര്യം people who അറിയാം, are failed. തോക്കുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട്. തോക്കുന്നവർക്ക് എപ്പോഴും നാണം കേട്. അവര് നാണം കെട്ടിങ്ങനെ നിൽക്കും. There's one problem with those who failed. Shame is part of them. അവർക്ക് തല ഉയർത്താനൊക്കത്തില്ല. തോറ്റവർക്ക് വലിയൊരു പ്രശ്നം, അവരെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കും. Because they are ignored by everybody, they can't even lift their heads. നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്നെ ജയിപ്പിച്ചതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവര് നീ കരം കൊടുത്ത് ആമേൻ അവരുടെ കൂടെ നിന്ന് അവരെ താങ്ങിക്കോണം. If you believe that the Lord has given you victory, you must stand with them and give them a helping hand. കരമെല്ലാം ഉയർത്തി പറ, യേശു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. Thank Jesus who's given me victory to Christ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമാണ് സ്റ്റാഗ്നേഷൻ, മുന്നേറ്റമില്ലായ്മ. മുന്നേറാൻ കഴിയുന്നില്ല, എല്ലായിടത്തും തട്ടി എന്നും കുന്നു ഒരുപോലെ ഇരിക്കുക. The third aspect which is against glory is stagnation. You are not able to go ahead. ചോദിക്കുന്നുണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നേ എന്ന് പറയുമ്പോ കേൾക്കുമ്പോഴേ നമുക്കറിയാം. You ask them, how are you? And they say, somehow we are managing. തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോവുകയാണ്. Somehow we are making both ends meet. ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്നു. Somehow we are surviving. ചിലരെ കണ്ടില്ല, എന്നാ പറയാനാ, What do I say? വാക്കുകളെല്ലാം നിരാശ. നിങ്ങളൊന്നും അത് ഉപയോഗിക്കരുതെന്ന് ഞാൻ You പറയുന്നത്. should not use such words. യേശു കർത്താവ് മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുമ്പോഴേ കേൾക്കുന്ന വ്യക്തിക്കറിയാം നീ ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നേറ്റത്തിൽ നിൽക്കുന്ന വ്യക്തിയാകുന്നു. When somebody asks you how you are, they must know that you are somebody who is depending on God's glory. നിങ്ങൾ അവിടെ എലീഷയെ ശ്രദ്ധിക്കണ്ടേ. എലീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ഇച്ചിരി സ്ഥലമൊക്കെ ഉള്ള മനുഷ്യനാണ്.
Elisha had some land. ഒരു വെൽത്തി ഫാർമറാണ് അവൻ കർഷകനാണെങ്കിലും ഇച്ചിരി സൗകര്യമൊക്കെ ഉള്ളൊരു കർഷകനാണ്. He was a rich farmer. സ്ഥലത്തിന് ഉടമസ്ഥനാണ്, സ്ഥലമുണ്ട്. Owner of land. മാത്രമല്ല ചില കാളകളൊക്കെ ഉണ്ട്. അപ്പൊ കാറ്റിൽ ഫാം ഒക്കെ ഉള്ള അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളുള്ള വ്യക്തിയാണ്, ഒരു ഫാം ഒക്കെ ഉള്ള മനുഷ്യനാണെന്ന് വിചാരിച്ചു. Imagine that he had a farm and many cattle. കൃഷിയുണ്ട്, farming, എല്ലാം ഉണ്ട്. everything was there. എല്ലാം ഉള്ളവന്റെ അടുക്കല പുതപ്പ് വീഴാൻ വരുന്നത്. And glory is the mantle is going to fall upon someone who has got everything. നന്നായി കൃഷി ചെയ്യുന്നവനാണ്, പക്ഷെ പുതപ്പ് വീഴേണ്ട സമയമായി, അഭിഷേകം വരേണ്ട സമയമായി, അവന്റെ ആളത്വം മാറേണ്ട സമയമായി, അവൻ പ്രവാചകനായി പോകാൻ ഉള്ള സമയം എത്തിത്തീർന്നിരിക്കുകയാണ്. He's got everything, but the time has come to have a transformation, to have a change where he is going to be a prophet. ഇതിനകത്ത് ആർക്കെയോ ചില പ്രശ്നമില്ലാതിരിക്കുന്നവരുണ്ട്. വിചാരിച്ചോണം നിന്റെ ലെവൽ ഓഫ് ഗ്ലോറി മാറാനുള്ള സമയമായി. നിനക്കൊരു പ്രശ്നവും കാണത്തില്ല, പക്ഷെ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് മഹത്വത്തിൽ നീ ഉയർത്തപ്പെടാനുള്ള കാലമായിരിക്കുകയാണ്. Maybe some of you have everything settled in every way, but this is the time your level has to change from one level of glory to the other. ഈ ഗ്ലോറി മനസ്സിലാക്കിയപ്പോൾ ഉണ്ടല്ലോ, അയാൾക്ക് മനസ്സിലായി ഈ ഗ്ലോറി ഇടയ്ക്ക് വെച്ച് സംശയം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഈ ഗ്ലോറിക്ക്. He realized his glory has a problem. I can doubt it. അയാൾ അതുകൊണ്ട് എന്തോ ചെയ്യുന്നറിയാമോ, അന്നേരം തന്നെ ആ കാളെ പിടിച്ച് അങ്ങ് ഒരെണ്ണത്തിനെ അങ്ങ് കൊന്നു. He immediately slaughtered one of the oxen. വിറകിന് വേണ്ടി എന്തോ ചെയ്തു, അയാൾ ഉഴുന്ന ആ നുകവും സാധനം എല്ലാം കൂടെ എടുത്തിട്ട് കത്തിച്ചങ്ങ് കളഞ്ഞു. And even the yoke that he used for plowing, he made it as a firewood. പുതപ്പ് വീണെന്ന് വിചാരമുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന സാധ്യതകളൊക്കെ കളഞ്ഞോണം. If you think their mantle is going to fall on you, get rid of other possibilities. നിനക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രവണത വരും. You will have a tendency to go back. അതായിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ അല്ലായിരുന്നേനെ എന്നൊക്കെ ചിന്തിച്ച് കയറിപ്പോവും, തിരിച്ചു പോകും. You might wonder, I wish it were like this. എടാ, പുതപ്പ് വീണവൻ എപ്പോഴും പുതപ്പ് എവിടെ നിന്നാണ് വീണെന്ന് വിചാരിച്ചോണം. The one who receives the mantle, you must always remember from where. എന്താണെങ്കിലും ഒരു പ്രവാചകന്റെ വാക്കാണ് പുതപ്പാണ് വീണിട്ടുള്ളതെങ്കിൽ അവന്റെ ആ തുണി നിന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോണം, നിന്റെ ആളത്വം മാറാൻ പോകുകയാണ്. If the mantle of the prophet has fallen on you, your personality is going to change. ഹലോ, ഇവിടെ വന്നിരിക്കുന്നത് തന്നെ ഇന്ന് രാവിലെ വിശ്വസിച്ചോണം, മുന്നേറാൻ വേണ്ടി കർത്താവ് നിന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. The very fact that you are here because God wants to give you progress. ഞാൻ ചിലരെയൊക്കെ രാവിലെ ഫോൺ വിളിച്ചു, വരാതിരിക്കരുത്, കാര്യം നിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്നതാണ് വരാതിരിക്കുന്ന അവസ്ഥ. നീ വന്നില്ലെങ്കിൽ, കേൾവിയില്ലെങ്കിൽ നിന്റെ മുന്നേറ്റങ്ങൾ നിന്നു പോകും, നിന്റെ മനസ്സിടറിപ്പോകും, നിന്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നീ ഇത് ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നീ എന്നും അങ്ങനെ ഇരുന്നു പോകും. I have to call certain people and say, you must not miss church. Your progress will be affected. You must hear the word. അടുത്തിരിക്കുന്ന ആളോട് പറ, മുന്നേറാൻ എവിടെ കൊണ്ടിരുത്തിരിക്കുന്നത്, വഴയതും പിടിച്ചോണ്ടൊന്നും ഇരിക്കരുത്. You are here to go ahead. Don't hold on to the past. വഴയതും പിടിച്ചോണ്ടിരിക്കരുത്. Don't hold on to the past. നമ്മൾ അറിയാതെ ചിലപ്പോൾ എന്താ പറയും, എനിക്കത് മതിയെന്നൊക്കെ പറഞ്ഞിരിക്കും. ഇല്ല, കർത്താവേ നിന്റെ മഹത്വം ഇന്ന് എനിക്ക് വെളിപ്പെടണം. Lord, your glory should be revealed in me. നാലാമത്തെ കാര്യം ബന്ധനം, ബോണ്ടേജ് എന്ന് പറയും. നാലാമത്തെ കാര്യം മഹത്വം വെളിപ്പെടുത്താത്ത ഒരു കാര്യമാണ് ബന്ധനങ്ങൾ. Another area that does not reveal glory is bondage. ഈജിപ്തിൽ ഇസ്രായേൽ മക്കൾ കാരണം ദൈവത്തിന് എന്തോ മഹത്വം കിട്ടാനാ? ഈജിപ്തിൽ എല്ലാം കൂടെ പോയിരിക്കുകയാണ് ഇസ്രായേൽ മക്കളല്ല, ദൈവത്തിന് എന്ത് മഹത്വം കിട്ടാനാ? All the children of Israel are in Egypt. What glory God is going to get? കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയാത്തത് എല്ലാം ബന്ധനങ്ങൾ തന്നെയാണ്. Everything that cannot give ഞാൻ glory എപ്പോഴും to പറയും, God. ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം സൗകര്യമായിട്ട് അവധി ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം കൂടി വരാൻ, അതും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ കൂടി വരുന്നത്. അന്നേരം ചുമ്മാ അതും ഇതും പറഞ്ഞു വീട്ടിലിരിക്കുക. അവരവരുടെ സൗകര്യങ്ങളിൽ ഒതുങ്ങിക്കൂടാനാണെങ്കിൽ ഈ മഹത്വം വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. ദൈവം അതുകൊണ്ട് പറയാം, സ്വന്തം ചിന്താഗതിയിലേക്ക് പോകരുത്. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ നയിച്ച് ഇതിനകത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുന്നതെന്ന് വിചാരമുണ്ടെങ്കിൽ നീ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇരുന്നോണം. You must be part of the fellowship if you're convinced that it is the Holy Spirit that has brought you here. ആമേൻ, ഹല്ലേലൂയ. മോനെ മുമ്പിൽ എഴുന്നേറ്റ് വന്നിരുന്നേ, ഇവിടെ വന്നിരുന്നേ, കമ്മിയാ അല്ല, കുഞ്ഞു വാ. നെഹാമ എഴുന്നേറ്റ് ഇവിടെ വന്നേ. പുറകിലിരുന്ന് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. മഹത്വം വെളിപ്പെടണമെന്ന കുഞ്ഞുങ്ങളുടെ പേരും. Even glory should come upon the children. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഈ പ്രായമുള്ളവർക്ക് ശ്രദ്ധിക്കണം. പിള്ളേരെ എവിടെ നിന്ന് വർത്താനം പറയാന്ന് പറഞ്ഞാൽ മഹത്വം വെളിപ്പെടണ്ടായി പിള്ളേരുടെ മേൽ. If children are talking, adults should just take care of it. നിങ്ങൾ മഹത്വത്തിന്റെ നൂലെ പിടിച്ചോണ്ടിരിക്കുക. നിങ്ങൾക്കും കിട്ടത്തില്ല, പിള്ളേർക്കും കിട്ടത്തില്ല. You won't get, even the children won't get. ഹല്ലേലൂയ. കാരണം ഈ ദൈവാത്മാവ് ഇടപെടുന്ന സമയത്ത് ഇത് പിടിച്ചെടുത്തോണോന്ന് ഞാൻ പറയുന്നു.
When Holy Spirit is ഇത് intervening, you must പറഞ്ഞും catch hold കേട്ടും of it. പറഞ്ഞും കേട്ടും മനസ്സിലാക്കിയും പല പ്രാവശ്യം കേട്ടാണ് ഈ മഹത്വം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുന്നത്. We have to hear it repeatedly to understand what കാര്യം glory നമ്മളെല്ലാം is. ലോകത്തിന്റെ ട്രെയിനിങ്ങിൽ നിന്ന് വന്നവരാണ്. ലോകമാണ് നമ്മളെ അഭ്യസിപ്പിച്ചത് 1ാം ക്ലാസ് തൊട്ട്. Because we are all trained by the world, even from first standard ആ onwards. ട്രെയിനിങ് അല്ല ചർച്ചിനകത്ത് ദൈവരാജ്യത്തിന്റെ ട്രെയിനിങ് പരിശീലനങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. But contrary to the world, in the church you are trained about the kingdom of God. ഇങ്ങനെ പറയുന്നുണ്ട് ചിലപ്പോൾ വേദന പോലും വേദനിക്കണം. വേദനിച്ചെങ്കിൽ മാത്രമേ നീ നാളെ അത് ചെയ്യാതിരിക്കത്തുള്ളൂ. It might sound painful, that is for your good. മാതാപിതാക്കൾ ചിലപ്പോൾ വിചാരിക്കും ഞങ്ങളുടെ മക്കളെ മാത്രം അല്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോഴേ തലയിലോട്ട് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ മഹത്വം പ്രാപിക്കുന്നവരായി ചർച്ചിനകത്ത് ഇരിക്കണം. Parents should lay hands on the children when you come here, that my children should receive glory this Sunday morning. നിങ്ങൾ രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ തലേ കൈവെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചു. കാര്യം ഇവര് പോവുകയാണ്, ഇവന്റെ തലയ്ക്കകത്ത് ഇവന്റെ ചിന്തയ്ക്കകത്ത് ലോകം കയറരുത്. When children go to school, lay hands on them and pray. In their head, the world should not enter. ഒത്തിരി പേർക്കും ഉള്ളിൽ നീരസം, അപ്പനമ്മമാർക്ക് മക്കളോട് പല നീരസങ്ങൾ ഉള്ളവരുണ്ട്. ആ നീരസം വെച്ച് പിള്ളേർക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. Many parents have things against the children in their heart. നീരസം ഇരിക്കുന്നതുകൊണ്ട് തുറന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. Because they have bitterness, they are not able to openly pray for their അതൊരു children. ബന്ധനമാണ്. That itself is a bondage. തലമുറകളെ പലപ്പോഴും ബന്ധനത്തിൽ കൊണ്ടിരുന്നത് മാതാപിതാക്കന്മാർ. ഞാൻ എപ്പോഴും പറയും, മാതാപിതാക്കന് അനാവശ്യമായ വർത്തമാനങ്ങൾ വീട്ടിലിരുന്ന് പറയരുത്. അത് തലമുറകൾക്ക് ബന്ധനമാണ്. It is the parents who are responsible for bringing their children in bondage. Do not talk negative things about your children. പിള്ളേരെ കുറിച്ച് മാത്രമല്ല, പൊതുവായിരുന്ന കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ ചർച്ച എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ബന്ധനമാക്കരുത്. Please don't make church a bondage. ബന്ധനമായി അറിയാം, വീട്ടിൽ നിന്ന് സംസാരിച്ചാൽ മതി. You talk ill about people, it will become a bondage. ആമേൻ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയാത്തതെല്ലാം ബന്ധനമാണ്. Everything that does not bring glory to God is all യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന വചനം എഴുതി വെച്ചിരിക്കുന്നത്. We must glorify God with our bodies. ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തണമെങ്കിൽ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും എല്ലാം മഹത്വപ്പെടുത്തണമെന്നല്ലേ അതിന്റെ അർത്ഥം. Which means through our words and actions. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ഹല്ലേലൂയ. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നല്ലേ. We must glorify God with our body. ഈ ശരീരം അനക്കത്തില്ല. അന്ന് എനിക്ക് ഒറ്റ നിപ്പൊക്കെ നിൽക്കി ഇങ്ങനെ നോക്കി ലൈറ്റ് കാണുകയാണ്, നീലയാന്നോ പച്ചയാന്നോ കത്തിയത്. And so you say this ഇന്നെന്താണ് verse. അഡീഷണൽ ലൈറ്റ് വെളിയിൽ കാണുന്നുണ്ടല്ലോ പുറത്ത്. നമ്മളൊരു നിപ്പ് നിൽക്കുക, ലിബർട്ടി സ്റ്റാച്ചു നിൽക്കുന്ന പോലെ. ഇടയ്ക്ക് കൈ ഇങ്ങനെ പൊക്കത്തില്ലേ, ലിബർട്ടി സ്റ്റാച്ചു നിൽക്കുന്ന പോലെ ഒറ്റ നിപ്പ. Do we use our body to worship God, or do we stand like a statue of liberty when worship is ഒന്ന് going വരുന്ന on? 6:19-20 പറയുന്നത്, 19-ാം വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മളെ ദാനമായി, പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ അകത്ത് വന്നപ്പോൾ നമ്മുടെ ശരീരത്തെ കൂടെ അവൻ വാങ്ങിച്ചത് കൊണ്ട് 20-ാം വാക്യത്തിൽ എഴുതിക്കും, അതുകൊണ്ട് നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാ. 1 Corinthians 6:19 and 20 says, you have been bought with the blood, and therefore glorify God with your body. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനല്ല പറഞ്ഞ, ദൈവത്തെ പാട്ടുപാടാനല്ല പറഞ്ഞ, ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞ, നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. Therefore glorify God with your body. ഇന്നത്തെ ആരാധനയിൽ did you glorify him? നിങ്ങളുടെ ശരീരം ഉപയോഗിച്ച് ദൈവത്തെ കൈയടിക്കത്തില്ല, നമ്മൾ കൈകെട്ടി നിൽക്കും. You don't clap your hands. ടങ്സ് പറയേണ്ടതിന് പറയും, മാതൃഭാഷ പറഞ്ഞോണ്ടിരിക്കും. വാടാ പോടാ വാടാ പോടാ. ഇതാ നമ്മുടെ അന്യഭാഷ. ഒരു അപ്പുറത്തിരിക്കുന്നവർ ആരാണ്ട് ഗൗഡ, പണ്ട് ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ദേവ ഗൗഡ. അപ്പൊ അത് മനസ്സിലായി, ദേവ ഗൗഡ വാടാ പോടാ വാടാ പോടാ. ഏത് ഭാഷയത്? അന്യഭാഷ പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, അപ്പുറത്തിരിക്കുന്നവൻ പറയുന്നത് കേട്ടിട്ട് നമ്മൾ കോപ്പി അടിക്കാൻ നോക്കും. അപ്പൊ നമ്മളത് പറയും, വാടാ പോടാ ദേവ ഗൗഡ അല്ലേ. അതല്ല അന്യഭാഷ. അന്യഭാഷ കർത്താവ് അഭിഷേകത്താൽ നിന്റെ നാവിന്മേൽ വെച്ചു തരും. We must speak in tongues with the heavenly language the Holy Spirit gives us. ആരെയും കളിയാക്കേണ്ട കാര്യമില്ല, നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാൽ മതി. You don't make fun of others. Glorify God അഞ്ചാമത്തെ കാര്യം സോറോ, സങ്കടങ്ങൾ. The fifth thing that is against glory is sorrow. All those things, ഏതെല്ലാം കാര്യങ്ങളാണ് മഹത്വം ഇല്ലാത്തത്, അതെല്ലാം സങ്കടത്തിലേക്ക് നയിക്കത്തുള്ളൂ നമ്മളെ. Everything that is opposite to glory leads to sorrow. Absence of glory is actually sorrow. മഹത്വം ഇല്ലെങ്കിൽ സങ്കടപ്പെട്ടേ ജീവിക്കത്തുള്ളൂ. If you don't enjoy glory, you will live in എന്നാ sorrow. പറയുന്നത്, ഇന്ന് അങ്ങോട്ട് വന്നിട്ട് എന്നെ എടുക്കാനാ? What is the use of coming here? ഇന്ന് അങ്ങോട്ട് വന്നിട്ട് ഇതങ്ങ് വന്നില്ലല്ലോ എന്നെ പറ്റാനാ? What happens if I miss church? എല്ലാ ആഴ്ചയിലും പോണമെന്നുണ്ടോ?
What is the necessity to go to ഒരു church every പാസ്റ്റർ week? ഓരോ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുക, ഞങ്ങളെ പേടിപ്പിക്കാൻ. എനിക്കാരും പേടിപ്പിക്കേണ്ട കാര്യമില്ല. വന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. I have nothing to gain. If you come, you will reveal God's glory. നിങ്ങൾ വന്നിട്ട് തോത്രാഴ്ച ഇല്ലാലും ഇട്ടാലും ഇട്ടില്ലേലും തയ്ച്ചു കൊടുത്താൽ ഒന്നും ഇവിടുത്തെ ഒരു വിഷയമേ അല്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. Doesn't matter, you come, you give your offering or tithe, it doesn't matter. You are called to reveal God's glory. ഹല്ലേലൂയ. Hallelujah. സൂമൊക്കെ വെച്ചിരിക്കുന്നത് ദൂരെ ഇരിക്കുന്ന അങ്ങ് ദൂരെ കീഴെ കുതിച്ചു അങ്ങനെയാണോ? ദൂരെ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സൂം. Zoom is not for people here. Zoom is for people who are far away. മനസ്സിലായോ? നമ്മള് ഒരു സമയത്ത് നമ്മുടെ സൂമിലായിരുന്നു എല്ലാവരും അല്ലേ? At one point we had to use Zoom. ചില മീറ്റിങ്ങുകളൊക്കെ സൂമിൽ, അതിനകത്ത് പോലും വരത്തില്ല. Even then there were people who missed. എനിക്കറിയത്തില്ല എന്താണ് ഈ പറ്റുന്നത്, എനിക്ക് മനസ്സിലായി. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഫെമിലിയാരിറ്റി ആവോ. അവ ഇപ്പൊ കയറിയില്ലല്ലോ എന്നാ. After some point you become എന്ത് familiar. സൗകര്യത്തിൽ വീട്ടിനകത്ത് നിന്റെ അടുക്കലേക്ക് ഈ മെസ്സേജും ഈ ടീച്ചിങ്ങും വരുമ്പോൾ നിനക്കത് ഓടാക്കാൻ വയ്യ. The message and the teaching is coming to your luxury of your house. പിന്നെ Can't you even turn on the Zoom? പേടിച്ചിട്ട് ഓണാക്കി വെച്ച് പോയി മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. Some people out of compulsion ഉണ്ടോ get on ഉണ്ടോന്ന് Zoom ചോദിച്ചു and കഴിഞ്ഞാൽ make ഞാൻ history. ഇടയ്ക്കൊക്കെ അന്ന് ഇന്ന ആള് പ്രാർത്ഥിച്ചിട്ട് ആളില്ല, പ്രാർത്ഥിച്ചാട്ടെ എന്ന് പറയുകയും ചെയ്യും. ഞാൻ കൂടെ എനിക്ക് പേടി, ആരെങ്കിലും പേര് പറഞ്ഞു ആരെങ്കിലും വേറൊരു ആരും ഇരിക്കുന്ന നാണം കേടല്ലേ ഇതൊക്കെ. കളം മാത്രമുണ്ട്. നമ്മുടെ മലയാളം നിര്യാതരായുടെ പേജ് ഇരിക്കുന്ന ഒറ്റ ഇരിപ്പ് ചിലര്. ഷിൻഡോയൊക്കെ അത് കണ്ടുപിടിച്ച ആളാണ്. അവനൊരു ഫോട്ടോ എടുത്ത് അങ്ങനെ അങ്ങ് ഇട്ടു. അപ്പൊ നമ്മൾ നോക്കുന്നുണ്ടെ അവനിങ്ങനെ ഇരിക്കുക, ചലനമില്ല, ഈ കണ്ണുപോലും അവൻ വെട്ടുന്നില്ല. പിന്നെ മനസ്സിലായ ഫോട്ടോ വെച്ചേക്കുക, ചരമകുളത്തിൽ ഇരിക്കുന്ന പോലെ ഒറ്റ ഇരിപ്പ. Some people have just put their picture, a still picture on their Zoom profile. നമ്മൾ നോക്കുമ്പോ ഒരു സൂമിനകത്ത് കേട്ടല്ലേ അച്ചായ വൈകിട്ട് കഴിക്കാൻ ചപ്പാത്തിയാണോ എന്തോ വേണ്ടിയത്, ഇത് ഓണാക്കി വെച്ചേക്കോ. ഇപ്പൊ ആരാണ്ട് സംസാരിക്കുന്നത് കേട്ടു സൂമിനകത്ത്. സൂമ ഒരു അപകടകാര്യമാ. ഒരു പുള്ളി കുറെ നേരം എഴുന്നേറ്റ് താണ്ട് ഇങ്ങനെല്ലാം വെച്ചു പോകുന്ന കേട്ടു. ക്യാമറ ഓണാന്നും ശ്രദ്ധിക്കത്തില്ല, മൈക്ക് ഓണാന്നു, ക്യാമറ ഓണാന്നു. എഴുന്നേറ്റ് എന്ന് പറഞ്ഞ കുണ്ടിയിലെ പൊടിയും തട്ടി നിങ്ങൾ എന്തെങ്കിലും പറ, ഞാൻ പോവാന്ന് പറഞ്ഞു. എന്തെല്ലാം വിചിത്രമായ കാര്യത്തിനകത്തൂടെ നിൽക്കുന്നത് നിങ്ങൾ ഓർക്കണേ. ഏതെല്ലാം സൈസാ കാണേണ്ടത്. ചിലരുടെ ഐബ്രോ ഒക്കെ ഇരിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്നതേ ഉള്ളൂ. അത് കാണുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകുന്നേ, നെഞ്ചു പൊട്ടിപ്പോകും. നമ്മൾ ഈ കാണുകയല്ലേ, ഓരോരുത്തരുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുക എങ്ങനെ ഇരിക്കുന്നത്. We get to see the expression of people on Zoom. We get to see the mistakes people make. 1 ശമൂവേൽ 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. 1 Samuel 4:21. ആ വാക്യം നിങ്ങൾ വായിക്കണമേ. ഒരു മനുഷ്യൻ, ഏലി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ സംഭവിച്ച ചില കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. What happened to the priest? ഏലി പുരോഹിതന്റെ മക്കളാരും ശരിയല്ലായിരുന്നു. None of his children were right. മോന്റെ മോക്കൊരു പേരിട്ടു. And the name of the grandchild. അതിന്റെ കാര്യം എന്താ വെച്ചാൽ ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ട് പോക കൊണ്ട് അമ്മായിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് പേരിട്ടു. എന്തുവാ? ഇക്കാബോദ്. So thinking that the Ark of the Covenant has left Israel and the glory has departed, she named her son Ichabod. പിള്ളേർക്ക് പേരിടുമ്പോ ശ്രദ്ധിക്കണം. കാബോദ് എന്നിട്ട മനസ്സിലായതിന്. ഇക്കാബോദ് എന്ന് വെച്ചാൽ പോയെന്ന്. ഗ്ലോറി ഹാസ് ഡിപ്പാർട്ടഡ്, മഹത്വം പോയി. Kabod is okay, but this one says Ichabod, which means glory has departed. മോന്റെ മോക്കിട്ട പേര്. This is the name Eli's grandchild. ഇത് ആരെ ഇട്ടേക്കുന്നത്? Who named it? പുരോഹിതന, ഏലി പുരോഹിതന. ആൾ പോലും കൺഫ്യൂഷനിൽ എത്തിയിരിക്കും. ദൈവത്തിന്റെ മഹത്വം വിട്ടു പോയിരിക്കുക. Even he is confused because the glory has departed. ഹല്ലേലൂയ. ജോസഫിനെ ശ്രദ്ധിച്ചാട്ട്. ജോസഫ് മക്കൾക്ക് പേരിടുമ്പോ എങ്ങനെ പേരെടുത്തത്? How did Joseph name his children? മനസ്സേ എന്ന പേരിടുന്നുണ്ട്, മനുഷ്യ എന്ന പേരിടുന്നുണ്ട്. 41-ാം അധ്യായത്തില് മനുഷ്യ എന്ന പേരിടുന്നുണ്ട്. എങ്ങനെ പേരെടുത്തത്? എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനം ഒക്കെയും എന്റെ ദൈവം എന്നെ മറക്കുമാറാക്കി. When he named Manasseh, he meant it by saying, the Lord has made me forget the sorrow. നോക്കിയേ, ദൈവം എന്നെ മറക്കുമാറാക്കി. എന്റെ കഷ്ടതകൾ, പിതൃഭവനത്തിൽ എന്നോട് കാണിച്ച കൊള്ളരുതായ്കൾ, അപ്പന് അമ്മ എന്റെ സഹോദരങ്ങൾ എന്നോട് കാണിച്ച കൊള്ളരുതായ്മകൾ ദൈവം എന്നെ മറക്കുമാറാക്കി. The Lord made me forget my sorrows and my afflictions in my father's house.
by my father and കേട്ടെ my brothers. കേട്ടെ, നിനക്ക് മറക്കാൻ കഴിയത്തില്ല. പക്ഷെ നീ ആശ്രയം വെക്കുന്ന ദൈവം നിന്നെ പല കാര്യങ്ങളും മറക്കുമാറാക്കും. If you trust God, the Lord will make you forget. ഓർക്കുമ്പോ നിനക്ക് ദണ്ണമാ വരുന്നു. ഓർക്കുന്തോറും നിന്റെ സങ്കടങ്ങൾ വർദ്ധിക്കത്തേ ഉള്ളൂ. പക്ഷെ ഒരു അവസരം കിട്ടുകയാണ്, മക്കൾക്ക് പേരിടാൻ നേരത്ത് അവൻ പേരിടുകയാണ് മനസ്സ് എന്ന് പറഞ്ഞ് എന്റെ സകല കഷ്ടതകളും ദൈവം എന്നെ മറക്കുമാറാക്കി. When you think about it, it's very hard to forget the pain and the sorrow, but the Lord is making you forget it. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ, ഓരോ മനുഷ്യൻ ചെയ്തു വെച്ചത്, ഓരോ സാഹചര്യങ്ങളിലുള്ള കഷ്ടതകളെ നീ ഓർത്തിരിക്കാനല്ല, ദൈവം നിന്നെ മറക്കുമാറാക്കുന്നത് തന്റെ മഹത്വം വെളിപ്പെടുത്തിയിട്ടാണ്. What all pain we go through in life, but we don't need to remember those things. God will make you forget so that His glory will be revealed in your life. രണ്ടാമത്തെ മോന് പേരിട് എഫ്രൈം എന്ന് പറഞ്ഞ സങ്കടദേശത്തു ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. And the Lord has made me increase. സങ്കടദേശമാണ്. എന്റെ എല്ലാ ചാർച്ചക്കാരെല്ലാം വിട്ട് ഒരു ദേശത്ത് വന്നിരിക്കുക. വിട്ട് കാരാഗ്രഹത്തിൽ കൂടി ഫോൾസ് അക്യൂസേഷനിൽ കൂടി ചെയ്യാത്ത കാര്യത്തിന് വേണ്ടി തുറങ്കലിൽ അടയ്ക്കപ്പെട്ട ഒരു ദിവസം വരികയാണ്. അവൻ ആ ദേശത്തെ അധികാരിയായി മാറുമ്പോൾ അവൻ പറയാ, സങ്കടദേശമായിരുന്നു ഇത്, പക്ഷെ എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. When I was thrown in the pit and the prison, when I was in a strange land, finally the Lord blessed me and the Lord made me increase in this land of sorrow. God made me fruitful in the land of my troubles. എന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാവിലെ വിശ്വസിക്കണം, നീ സങ്കടത്തിനകത്ത്, നീ പ്രശ്നത്തിനകത്ത് ഇരിക്കുവാണെങ്കിൽ ദൈവം നിന്നെ വർദ്ധിപ്പിക്കുവാൻ, ആ പ്രശ്നത്തിനകത്ത് വെച്ച് നിന്നെ വർദ്ധിപ്പിക്കുവാൻ മതിയായവനാണ്. If you are in trouble, remember God is able to make you increase and be fruitful in the midst of your troubles. നിന്റെ സങ്കട ദിനങ്ങളെ മറക്കുമാറാക്കുന്ന ദൈവത്തോട് നീ ബന്ധപ്പെട്ടിരിക്കുക. Be connected to the Lord who can make you forget your days of affliction. അതാ സദൃശ്യവാക്യം 3:35 നമ്മൾ വായിച്ചത്, മൂഢനാകരുത്. Don't be foolish. ആമേൻ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തതാ. You are chosen to reveal His glory. മൗഢ്യമായ കാര്യങ്ങൾ ചെയ്യരുത്, മണ്ടത്തരങ്ങൾ കാണിക്കരുത്. Don't do foolish things. ഹല്ലേലൂയ. Hallelujah. മൂഢനൊരു പ്രശ്നമുണ്ട്. മൂഢൻ സങ്കീർത്തനം 14:1 പറയുന്ന മൂഢൻ തന്റെ ഹൃദയത്തിൽ എന്തോ പറയും? The fool says in his heart, എന്തോ പറയുന്നത്? there is no God. വിശ്വാസി പറയുന്ന പോലെ പറയുന്നത്, ഓ രാത്രിയിട്ടൊന്നും ഒരു കാര്യമില്ല. Like many of us, many believers say, there is no മൂഢനും use praying. ഇത് തന്നെയാ പറയുന്നത്. ഇതിനകത്തൊന്നും കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്കറിയാതെ ഇങ്ങനെ തോന്നും, ഇതിനകത്തൊന്നും. അതുകൊണ്ട് ചർച്ചിൽ വരാൻ ഇഷ്ടക്കേട് വരുന്നത്. ഇപ്പം പ്രാർത്ഥിച്ചിട്ട് ഇപ്പം എന്താ പറയാ, നീ വിശ്വസിക്കുക, യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുക. നീ പറയാ പോയിട്ട് ഒരു കാര്യവുമില്ലെന്ന്. You are a believer and Hello. you're saying there's no point going to church. നീ യേശു കർത്താവ് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അവന്റെ രക്തത്താൽ നിന്റെ പാപങ്ങൾ കഴുകപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന നീ പറയുകയാണ്, 2-3 പേര് കൂടുന്നിടത്ത് ഞാൻ വരുമെന്ന് പറഞ്ഞവനെ നോക്കി നീ പറയാ പോയിട്ട് ഒരു കാര്യമില്ലെന്ന്. You know that the Lord has cleansed you and washed you, redeemed you, and you're saying there's no point going to church. അറിയാതെ നമ്മുടെ അഹംഭാവം, സ്വാർത്ഥത സ്വയം എഴുന്നേറ്റ് വരും. Unknowingly, pride and selfishness were മൂഢൻ പറയുന്നത് ദൈവമില്ലെന്ന് പറയുമ്പോൾ നീ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും ഈ ദൈവം നിനക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ലെന്ന് നീ പറയുകയും ചെയ്യും. When the fool says there is no God, you believe that there is God, but you think that God won't do anything for you. അതാ സങ്കീർത്തനൊക്കെ 14:1 പറയുന്നത്, മൂഢനാണ് തന്റെ മൂഢൻ എന്ന് പറഞ്ഞ മൗഢ്യ ലോകത്തിൽ ജീവിക്കുന്നവൻ പറയും, ദൈവത്തിന് ഇതിനൊന്നും കഴിവില്ല. That is why it says in Psalm 14:1, God cannot do anything. എബ്രായർ 11:6 ഒന്ന് വായിച്ചു കേൾക്കണം. Hebrews 11:6. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. It is impossible to please God without faith. അടുത്ത ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവം ഉണ്ട് എന്ന്, മൂഢൻ ദൈവം ഇല്ലെന്ന് പറയും. നീ ദൈവത്തിന്റെ അടുക്കൽ വന്നാണെങ്കിൽ ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കുകയും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം തരുന്നവനാണെന്ന് നീ വിശ്വസിക്കണം. You must believe that God exists and He is a rewarder of them that diligently seek Him. First you have to believe that God will work for you. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വിശ്വസിക്കണം. First you must believe that God will work for you. നീ വിശ്വസിക്കുന്നുണ്ട്, നിന്റെ വിശ്വാസത്തിന് അനുസൃതമായി പ്രതിഫലങ്ങൾ തരുന്നവനാണ് ദൈവം, നീ വിശ്വസിക്കണം. You must believe that He will reward according to your faith. അതുകൊണ്ട് പറയുന്നത് അവൻ ആർക്കും കടക്കാരനല്ല. നീ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം തരും.
If you've done something, surely the Lord will reward you. ഹല്ലേലൂയ. Hallelujah. അവന്റെ മുഖം ബിലീവിംഗ് ഫൂൾ ആയിട്ടിരിക്കാതെ, വിശ്വസിക്കുന്ന മൂഢനായി ഇരിക്കാതെ, ദൈവത്തിൽ നീ ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാൽ പ്രതിഫലം ഉണ്ടെന്നർത്ഥം. Don't be a believing fool. If you diligently seek his face, there is a reward. നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഇതിനകത്തിരിക്കുന്നതിനകത്തൊരു പ്രതിഫലം ഉണ്ടാകും. If you got up in the morning and sought his face, there is a reward for you. നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റി നിങ്ങളുടെ വിലാപങ്ങളെ നിർത്തമാക്കുവാൻ കഴിയുന്നവൻ നിങ്ങളുടെ സങ്കടങ്ങളെ തുടച്ചു കളയും. He will wipe away your sorrow and turn your mourning into dancing. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ? ദൈവമഹത്വം വെളിപ്പെടുത്താൻ കഴിയാത്തതാ. You know what is the greatest tragedy of life? ദുരന്തമാണിത്. It is a tragedy. It is a tragedy. അതുകൊണ്ട് ഞാൻ പറയും, വാക്കുകൾ ശ്രദ്ധിക്കണം. ദൈവമഹത്വം വരാത്ത ഒരു വാക്ക് ഉപയോഗിക്കരുത്, അത് ദുരന്തമാണ്. Don't use any word that does not reveal glory. It is tragedy. ഇതെല്ലാം എവിടോട്ട് അഫക്ട് ചെയ്യുന്നത്? കുടുംബത്തിനകത്ത് അഫക്റ്റഡ് ആകും. ഇത് കുടുംബത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ അപ്പന്മാരെപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ മഹത്വത്തിന് വിരോധമായിരിക്കുന്ന സംസാരങ്ങൾ അപ്പന്മാർ സംസാരിക്കരുത്. വീട് മുഴുവനും കലുഷിതമായി പോകും. Especially fathers, be careful. Do not talk things at home against glory. നോർമലായി നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യം ഇപ്പൊ ചർച്ചയിൽ നിന്ന് ചെന്ന് കഴിയുന്ന പറഞ്ഞാൽ ചർച്ചിനകത്ത് നടന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള പ്രവണതകൾ ഇന്ന് ശ്രദ്ധിച്ചായിരുന്നു. അച്ഛന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നടി. Especially fathers, there is അയാളുടെ ഒരു നീല ഉടുപ്പും. അപ്പൊ നീ ശ്രദ്ധിച്ചെന്ന് വാ, മഹത്വമല്ല ശ്രദ്ധിച്ച് അയാളുടെ നീല ഉടുപ്പ്, ഇതിനെ ചേരുന്ന ഒരു നീല പാൻറ്റും. ഇയാൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മഹത്വമെല്ലാം പോവും. അതല്ല നമ്മുടെ വിഷയം. അയാൾ എന്നേലും ഇട്ടിട്ട് തുണി ഇട്ടിട്ടുണ്ടല്ലോ. ചിലർക്ക് ഈ പറയുന്നല്ലോ, വെള്ളയും വിട്ടാലേ വിശുദ്ധി വരത്തുള്ളൂ. ആരാ ഇത് പറഞ്ഞത്? ആരാ ഇതൊക്കെ പറയുന്നത്? നീ നിന്റെ നഗ്നത മറയ്ക്കുന്നുണ്ടോ? മോഡസ്റ്റായി നീ വേഷധാരണം ശ്രദ്ധിക്കണം. വൃത്തിയായി നീ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? അവിടെ ഞാൻ പറയുന്നത്, പെണ്ണുങ്ങളെല്ലാം ശ്രദ്ധിക്കുക. എക്സ്പോസ്ഡ് ആയിട്ടാണോ ഇരിക്കുന്നത് അതോ കവേർഡാണ്? അതാണ് വിഷയം. അല്ലാതെ വസ്ത്രം ഏത് നിറമെന്നുള്ള നിറമൊക്കെ നോക്കുന്നത് ദൈവമാണ്. അടുത്തിരിക്കുന്ന ആളോട് പറ, ഒത്തിരി നിറം നോക്കണ്ട. God doesn't look at the color of your dress. God looks at how modestly you have dressed. നിറം നോക്കിയാൽ ഇങ്ങനെ കാണാൻ ഇരിക്കാൻ ഞാൻ സമ്മതിക്കൂ? എന്തെല്ലാം നിറം ഇട്ടോണ്ടാ വരുന്നത് എന്നെ ഇളക്കാൻ വേണ്ടി. നീലയിടും, ചോമ്പിടും, പച്ചയിടും, എന്തെല്ലാം ഇടുന്നത്. ഇന്ന് വരെ ഒരു വെള്ളസാരി എടുത്ത് വന്നിരുന്നിട്ടുണ്ടോ? അങ്ങനല്ല ദൈവം. God doesn't look at that. ദൈവം അപ്പൻ. He is a father. ഒന്നാമത്തെ കാര്യം, ഇത് ദൈവമാണെന്ന് നീ വിശ്വസിക്കരുത്. ഇത് നിന്റെ അപ്പച്ചനാ മേളിലിരിക്കുന്നു. He is not God, he is your father. അതുകൊണ്ടല്ലേ ഈ റോമലേഖനമൊക്കെ എഴുതുന്നോണ്ടെ പറയാൻ, നിനക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രവകാശം തന്നിരിക്കുന്നത്. He is given the power to നീ become എപ്പോഴും അങ്ങോട്ട് sons, നോക്കിയിട്ട് Abba Father. ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ കാണിക്കുന്നത്. You call him God, that's why he is just God. മനസ്സിലായോ? അന്ന് അപ്പാന്നൊന്ന് വിളിച്ച് അപ്പനായിട്ട് അവൻ പെരുമാറും. Call him Abba and he will come to you as a father. നമുക്ക് സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്ന്. You have a father in heaven. എന്തൊരു ഫ്രീഡമാ! ധൈര്യത്തോടെ എബ്രായർ 4:16 എഴുതി, ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ചോദിക്കുക, ഏത് വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്? ചുരിദാറാന്നേ കയറാനൊക്കത്തില്ല കേട്ടോ. ചുരിദാർ തന്നെ മൊത്തം സ്ലീവ്ലെസ് ആന്നേ കയറ്റത്തില്ല. അങ്ങനെ ആളാന്നു അത് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ആഴ്ച തൊട്ട് സ്ലീവ്ലെസ് ഒന്നിട്ടുണ്ട് വരല്ലേ. എന്നെ കൊച്ചുമുന്നേച്ചി പറഞ്ഞതുപോലെ ഇവിടുന്ന് ഇങ്ങനെ വന്നപ്പം തന്നെ, ദൈവമേ ഈ കഷം കാണുന്നതിന് എന്നെ എടുത്തോണേന്ന് കൊച്ചുമുന്നേച്ചി പറഞ്ഞ പോലെ, എനിക്ക് വയ്യ, നിങ്ങൾ ആരാധനയിൽ നിൽക്കുന്ന പറഞ്ഞേ നിങ്ങൾക്ക് ആരാധിക്കാനും പറ്റത്തില്ല, ഇങ്ങനെ ആരാധിക്കേണ്ടി വരും. മാനം മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കും അല്ലേ? ഒരാഴ്ച വരുന്നവർ ഉണ്ടല്ലോ, അല്ല സിമ്പിളനായിട്ട്. അതിനാ നീ ആക്കി ചിരിച്ച്. നമ്മൾ എബ്രായർ 4:16 എങ്ങനെ പറയാ? ധൈര്യത്തോടെ ഓടി ചെല്ലുക. നമുക്ക് ഭയങ്കര പ്രശ്നം തിരിക്കും. നമ്മൾ ഓടി കയറി ചെല്ലുന്ന നില്ല് പത്രോസ് നിൽപ്പുണ്ടെന്നല്ലേ പറയുന്നത്. പത്രോസ് തിരിക്കും, ഏത് മീശ പഠിച്ചിട്ടില്ലേ? എന്നൊക്കെ കയറാൻ ഒക്കത്തില്ല. എന്നൊക്കെ കയറാൻ ഒക്കത്തില്ല. മീശ പഠിച്ചേ കയറാൻ ഒക്കത്തില്ല. അങ്ങനെ പറയുമോ? കത്താ പറയുമോ? നോർത്ത് നിങ്ങൾ അപ്പനായിട്ട് കണ്ടിട്ട് പറ.
Hebrews 4:16 says, "Run to the throne of grace." And when we run to the throne of grace, He's not going to look at which color of ഒത്തിരി dress പേര് വിചാരിക്കുന്നത് ഈ you want. നാസർ മരിച്ചിട്ട് തുണിയിൽ ചുറ്റിയിരിക്കുന്ന പോലെ ചുറ്റി വന്നാലേ ദൈവം കയറ്റത്തുള്ളെന്ന വിചാരം. മൊത്തം തുണിക്കകത്ത് ചുറ്റി, ശീലകൾ മൊത്തം ചുറ്റി. ഇവര് ആരെ അഴിച്ചെടുക്കുന്നു? പിന്നെ മൊത്തം ചുറ്റി വെച്ചിരിക്കുക. അഴിച്ചു ആ കാര്യം ഇതാ ആണുങ്ങളെങ്ങാനും കണ്ടുപോയാൽ മൊത്തം പോകുമല്ലോ എന്ന് വിചാരിച്ച് കാണുന്നവൻ കാണട്ടെന്ന് അങ്ങോട്ട്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെ ഇരിക്കുന്നു? കാണാൻ വരുന്നവരാരെയും കണ്ടെന്നങ്ങനെ എന്നോട് പറയാൻ കണ്ണി ഞാൻ കുത്തി ഞാൻ പൊട്ടിക്കും. Many of you think that you must wrap yourself with like how dead Lazarus came out of the tomb. That's not what God is expecting. അവിടുത്തെ ആ വാക്ക് ശ്രദ്ധിച്ച് അതുകൊണ്ട് കരുണ ലഭിപ്പാനും. Therefore, to നിങ്ങൾ receive എന്തിനാ ഓടി mercy, അങ്ങോട്ട് കയറുന്ന? എന്തിനു വേണ്ടിയാ? ദൈവമേ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ഉണ്ട് കേട്ടോ ദൈവമേ, എവിടെ ഇരിപ്പുണ്ട് കേട്ടോ, മൂലയ്ക്ക് ഇരിപ്പുണ്ട്. why do you run to the throne of grace? To give attendance? അറ്റൻഡൻസ് ആണോ? ആണോ? അത് Is it the purpose? ഭയങ്കര പ്രശ്നത്തിൽ കിടക്കാൻ എൻ്റെ ആഴ്ച എങ്ങനെങ്കിലും ഒരു വിടുതലിന് വേണ്ടിയാ. We are in deep trouble. ഇപ്പൊ ആവശ്യമായിരിക്കുന്ന കരുണ ലഭിപ്പാൻ, ഇപ്പൊ തത്സമയത്തിന് ആവശ്യമായിരിക്കുന്ന കൃപ പ്രാപിപ്പാനായിട്ട് ഓടുക. To receive grace and mercy in time of need, run See, to the throne if of somebody grace. is stopping you, അതൊരു റിലീജിയോസിറ്റി ആണ്. റിലീജിയനാണ് നിന്നെ തടഞ്ഞു നിർത്തത്തുള്ളൂ. എവിടെ പോവാ, എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് റിലീജിയനെ ചോദിക്കത്തുള്ളൂ. അപ്പന്റെ പിള്ളേരാരും ചോദിക്കത്തില്ല. Religion will stop you, ask you questions, puts condition, but father's children have no restriction. നമ്മുടെ അകത്ത് മതം കയറിയാൽ മതം എഴുന്നേറ്റ് നിന്ന് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. If religious spirit is getting into you, it will say many things against you. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കഥ പലപ്പോഴും പറഞ്ഞില്ലേ, പലർക്കും അറിയാം, എന്നാലും അറിയാൻ വയ്യാത്തൊരിക്കുന്നു. അവര് 4 ആണുങ്ങളും ഒരു പെങ്കൊച്ചുമാണ്. Story of my friend, they are 4 sons. ഞങ്ങളുടെ ആ സമയത്ത് 7 മണി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. 7 മണിയാകുമ്പോൾ എല്ലാവരും വീട്ടിൽ കയറിക്കോണമെന്നാണ്. So during our time at 7 o'clock, everyone has to return ഈ home. ആമ്പിളെല്ലാം അടുത്തടുത്ത പ്രായക്കാരാണ്. അപ്പൊ അതിനകത്ത് മൂന്നാമത്തവൻ ഞാനുമായിട്ട് നല്ല സൗഹൃദത്തില്ല. The third one is my friend. ഇവൻ അന്ന് ഞങ്ങളുടെ കമ്പനി വിട്ട് വേറെ എങ്ങാണ്ട് പോയിട്ട് രാത്രി 10 മണിയായി വന്നപ്പോൾ. So that day he went to with other set of friends and came home at 10. അപ്പൊ 7 മണി ആയപ്പോഴത്തെ ബാക്കി സഹോദരൻ ബ്രദേഴ്സ് എല്ലാം വീട്ടിനകത്ത് കയറിയിട്ടുണ്ടെന്ന് പുള്ളിക്കറിയാം. He knew that by 7 all other brothers ഇന്ന് ഉറപ്പാണ് കാര്യം. അവന്റെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അടിച്ച് ശരിയാക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. His father was very strict and he was very sure father അപ്പൊ is going to crush him. ഗേറ്റിന്റെ അവിടുന്ന് തന്നെ അടുക്കള സൈഡിൽ കാണാം, കിണറിന്റെ സൈഡിൽ കൂടെ അടുക്കളയുടെ അവിടെ ചെന്ന് കഴിഞ്ഞോണ്ടെങ്കിൽ അമ്മ അവിടെ നിൽപ്പുണ്ടെന്ന് അറിയാം. അമ്മയെ സോപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അടി രക്ഷപ്പെടുമല്ലോ വിചാരിച്ച് അമ്മയുടെ അടുക്കലോട്ട് ചെല്ലുവോ 10 മണി കഴിഞ്ഞോറേ. So after 10 o'clock he is trying to slip in through the kitchen door. അപ്പൊ അങ്ങോട്ട് കയറി ചെന്ന് പറഞ്ഞ അമ്മേന്ന് വിളിച്ചേ, പെതുക്കി അമ്മേന്ന് വിളിച്ചു. He said he called his mother. അപ്പൊ അമ്മ പറയാ നീയലും ഇങ്ങനെ വന്നല്ലോ എന്ന്. He said at least you came. ബാക്കി 3 വെളി കിടക്കുന്നേ ഉള്ളൂ. Other 3 are still outside. പറ അടുത്തിരിക്കുന്ന ആൾക്ക് പറയാ നമ്മൾ ആദ്യം കയറിയത്, ബാക്കിയെല്ലാം വരുന്നതേ ഉള്ളൂ. We are the ones who entered, others are നമ്മൾ വിചാരിച്ചു നമ്മളെ ഏറ്റവും അവസാനം വന്ന. അല്ലല്ല, നീ ഇപ്പഴ കേറിയല്ലോ. ഇയ്യ at least you entered. There പറ, are many who are ഫ്രീഡം ഉണ്ടാക്കട്ടെ. നീ ഇപ്പോഴേലും ഇതിനകത്തം കേറിയല്ലോ. at least you've come ഇവിടെ now. നല്ല സ്നേഹം. അമ്മേന്ന് പറഞ്ഞാല് പരിശുദ്ധാത്മാവ് നിന്നെ അബദ്ധത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. ദിസ് ഈസ് ദ ടൈം വേർ യു ആർ ഇൻ. നീ അകത്തു കയറിയ സമയമാണ്. പരിശുദ്ധാത്മാവ് നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. The Holy Spirit will not lead you in the wrong way. He will protect you. ഇനിയിപ്പോ അപ്പന്റെ അടുക്കലോട്ട് കൊണ്ടു ചെല്ലുവന്നല്ലേ ആരാ കൊണ്ടു ചെല്ലുന്നത്? ആത്മാവാകുന്ന ദൈവം നിന്നെ എങ്ങനെയാ കൊണ്ടു ചെല്ലുന്നത്? ശുദ്ധമാക്കി കൊണ്ടു ചെന്ന് പ്രസന്റ് ചെയ്യത്തുള്ളൂ. So even if you തീഷ്ണതയുള്ള ദൈവം ഇവരെ കണ്ടല്ലോ ആലറി കൂയോ പറയുന്നില്ല. നമ്മൾ അന്നേരം പേടിച്ചു. കാര്യം തീഷ്ണതയുള്ള ദൈവത്തിന് മുമ്പിലാണ് കണ്ട് നിൽക്കുക. നമുക്ക് പറ്റൂ? കൺസ്യൂമിങ് ഫയർ എന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തീ വിടുക ദൈവം. തീ വിടുന്ന ദൈവം നമ്മൾ കാണും. എന്റെ കുഞ്ഞ്, the Holy Spirit is the one who will present you before God. ശബ്ദമൊക്കെ അങ്ങോട്ട് മാറ്റി പറയുമ്പോൾ നമ്മൾ പേടിച്ചു. അതാണ് ഞാൻ പറഞ്ഞു, ഹിന്ദി അറിയാവുന്നവർക്കറിയാം. കച്ച ആകെ സെ ഗീല ഹോത്താ ഹൈ, പീച്ചെ സെ പീല നസ പड़ जाता है. ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ കച്ച ഇട്ടിരിക്കുന്നതെല്ലാം മുമ്പിൽ നിന്ന് നോക്കുമ്പോഴേ നനഞ്ഞിരിക്കുക. അത് വേണ്ട. ഭയത്തിന്റെ ദൈവമല്ല. ഭയം നിന്നെ പല ബന്ധനത്തിലേക്ക് നടത്തും. Fear will lead you into bondage. 1 യോഹന്നാൻ 4:18. 1 John 4:18. ഭയത്തിനകത്ത് എന്തുകൊണ്ടെന്നറിയാം? പണിഷ്മെന്റ്, ദണ്ഡിപ്പിക്കും ഭയം. Fear has to do with punishment. എന്നാൽ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? 18-ാം വാക്ക് എഴുതിയിരിക്കുന്നത് തികഞ്ഞ സ്നേഹം. നിങ്ങൾ എവിടെ തികഞ്ഞ സ്നേഹം കാണുന്നത് എവിടാന്നറിയാം? ഓൺ ദ ക്രോസ്, കുരിശിൽ നോക്കുമ്പോൾ
തികഞ്ഞ സ്നേഹം ഭയത്തെ ദൈവം പേടിച്ചല്ല വരുന്നത്. Perfect love casts out fear. Mute ദൈവത്തിന്റെ അടുക്ക spirits. വരുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. Those who come to God must believe നിന്റെ that കടങ്ങളെ He നിന്റെ is. സങ്കടങ്ങളെ സങ്കടദേശത്ത് വെച്ച് നിന്നെ വർദ്ധിപ്പിക്കുന്ന നീ വിശ്വസിക്കണം. You must believe that He will increase you in the land of sorrows. ജോസഫ് ബ്രദേഴ്സിനെ കാണുമ്പോൾ ജോസഫ് പ്രതികാരം ചെയ്യുമെന്ന് Joseph would have taken vengeance when he saw ആ his കുഴി brothers. തള്ളിയിട്ടമാരനാണ് മുമ്പിൽ വന്നിരിക്കുന്നു. They are the ones who threw him into the ഇശ്മായേലിയർക്ക് pit. വീട്ടോമാരനാണ് മുമ്പിൽ നിൽക്കുക. ഇവനെ എന്തും ചെയ്യാൻ പറ്റും. ഇപ്പൊ He could have നീ taken ദേശത്ത് vengeance. നിനക്ക് അധികാരത്തിൽ വരുമ്പം നീ ഒരു ലീഡറായി തീരുമ്പം നീ ശുശ്രൂഷയിൽ വന്നു കഴിയുമ്പോ ആരെയും നിന്റെ വാക്കുകൾ കൊണ്ട് വ്രണപ്പെടുത്തരുത്. When you come to ministry, never hurt നീ others നിനക്ക് with your ഹീലിംഗ് words. മിനിസ്ട്രി ഉണ്ടായിരിക്കാം, സ്പീക്കിംഗ് മിനിസ്ട്രി ഉണ്ടായിരിക്കാം, പ്രീച്ചിങ് മിനിസ്ട്രി ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും ഒരു മനുഷ്യനെ വാക്കുപയോഗിച്ച് നീ ടാർണിഷ് ചെയ്യരുത്, അവനെ സങ്കടപ്പെടുത്തരുത്. Never use your words when you are in ministry. to അറിയത്തില്ല, harm or നാളെ tarnish ഇപ്പൊ നിനക്ക് someone. ദുർഘട കാലമായിരിക്കും. അടുത്ത ദിവസങ്ങളിൽ നിന്റെ മഹത്വം ദൈവം എങ്ങനെ വെളിപ്പെടുത്തുന്നത് നീ ഇപ്പോഴേ കണ്ടോണം. എന്റെ മുമ്പിൽ വരുന്നതെല്ലാം ദൈവത്തിന്റെ മക്കൾ, എന്റെ സഹോദരന്മാരാണ്. ഒരാളെ ഞാൻ പീഡനയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. I will not let anyone ഒരു കൈയൊന്ന് ഞൊടിച്ചാ മതി, ജോസഫ് എല്ലാം അകത്ത് കിടക്കും. snap of a finger. Joseph could have arrested them. മറിച്ച് അവൻ എന്താ ചെയ്യുന്ന അറിയാമോ? ഈജിപ്ത് മുഴുവനും ആരും കേൾക്കല്ലെന്ന് പറഞ്ഞ് അകത്ത് പോയി കരഞ്ഞത്. ആ കരച്ചിൽ നിങ്ങൾ കേക്ക്. ക്രൂശിലെ കരച്ചിൽ എന്താണ്? കുരിശിൽ എല്ലായ് എല്ലായ് ലമ്മ ശബത്താനി എന്ന് അവൻ കരയുമ്പോൾ നിന്നെ നോക്കി അവൻ കരഞ്ഞത്. And instead of sending them into the jail, Joseph went and wept, like how Jesus cried on the cross, lama 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 ലമ്മ ശബത്താനി ഏലി ഏലി ലമ്മ ശബത്താനി. He cried, Eli Eli lama sabachthani അത് on the വാസ്തവത്തിൽ cross. ഏലി ഏലി നല്ലത് എലായ് 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 എന്ന് പറഞ്ഞ 22-ാം സങ്കീർത്തനം നീ വായിച്ചു നോക്കെന്നാ പറയുന്നത്. It talks about Psalm 22 when യേശു Jesus cried on the കരഞ്ഞതല്ലത്. cross. ആക്ച്വലി യേശു കരഞ്ഞതല്ല. ഇത് എന്നെ കുറിച്ച് ചുരുളുകളിൽ എഴുതി വെച്ചിരിക്കുന്ന 22-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് എന്നെ കണ്ടതാണ്. എന്റെ കഷ്ടങ്ങൾ അവൻ അറിയാമായിരുന്നു. ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പേ അവൻ ആത്മാവിൽ ദർശിച്ച് അവൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ കഷ്ടതകളിൽ കൂടി ഞാൻ പോകുമ്പോൾ എന്റെ അസ്ഥികൾ ഒടിയത്തില്ലെന്ന് അവൻ എഴുതി വെച്ചിരിക്കുന്ന വാസ്തവായും നിവൃത്തിയാകിയാണ്. Jesus was in fact quoting from Psalm 22 when David had a revelation that I would go through these troubles, but not one of my bones will be broken. അവിടെയാണ് നമ്മൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനക്കാരൻ എഴുതിയിരിക്കുക 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയും, അവന്റെ മുമ്പിൽ വെച്ച സന്തോഷം. ആ സന്തോഷമാരാ ഞാനും നീയുമാ. അവന്റെ മുമ്പിൽ ഇരുന്ന സന്തോഷങ്ങളെല്ലാം കൂടി ഇന്ന് കൂടി ഇതിനകത്തിരിക്കുന്നത്. That is why in Hebrews 12:2 it says, from the അതുകൊണ്ട് joy that was kept before him, അവൻ എന്ത് ചെയ്തു? അവൻ ആ കഷ്ടതകളെ മുഴുവൻ അവൻ സ്വീകരിച്ചു. he embraced the suffering because we were his joy. അന്ന് പൊട്ടക്കിണറ്റിൽ കിടന്നതും ഈ പോത്തിഫറിന്റെ വീട്ടിൽ പോയതും കാരാഗൃഹത്തിൽ പോയതെല്ലാം അറിയോ? 75 എണ്ണത്തെ ദൈവം കണ്ടിട്ടുണ്ട് ഇവിടെ കൊണ്ടുവരാൻ. The reason why Joseph had to go through the pit and the prison and Potiphar's house was because എത്ര God had പ്രാവശ്യം? seen 75 people. എത്ര പ്രാവശ്യം അപ്പനോട് ഇവന്മാര് കള്ളം പറഞ്ഞു? How many times these brothers lied ഇപ്പൊ ആ to the കള്ളം father? പറഞ്ഞവന്മാര് തന്നെ അപ്പന്റെ അടുക്ക വന്നേച്ച് പറയാം, ഇല്ല നിന്റെ മകൻ മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ട്. തേര് വരെ അയച്ചിരിക്കുകയാണ്, കുതിരകളെ കെട്ടിയ തേര് അയച്ചിരിക്കുകയാണ് അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ. And now these same brothers go back and tell the father, your son is alive. He sent a chariot to bring you to Egypt. അവൻ എങ്ങനെ പറയുന്നത്? ഈ ദേശത്ത് സങ്കട ദേശത്തിനെ വർദ്ധിപ്പിച്ചവനെ ഞാൻ നിന്നെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഇന്ന് രാവിലെ ജീവനുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. All those who are alive, praise God because He's made you increase in the land of sorrow. Glory is the full manifestation of God's purpose in your life. നിന്റെ ജീവിതത്തിനകത്തെ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ മുഴുവനും മാനിഫെസ്റ്റ് വെളിപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Glory is God's full manifestation of God's purpose in your life. ആമേൻ. ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കെല്ലാം മഹത്വമുണ്ടെന്ന്. Even sun, moon and stars have a glory. ചന്ദ്രന്റെ മഹത്വമാണ് സൂര്യനുള്ളത്. The glory of sun is different ചന്ദ്രൻ from that of moon. നക്ഷത്രങ്ങളെ എടുത്ത് ഓരോ നക്ഷത്രത്തിനും പ്രത്യേകം മഹത്വമാണെന്ന്. Every star has its own glory. ആമേൻ. അതിന്റെ അർത്ഥം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ മഹത്വം വേറൊരാൾക്ക് വരത്തില്ല, നിന്റെ മഹത്വം നിനക്കുള്ളതാണ്. Which means your glory is for you, not for അതുകൊണ്ട് anyone else. ഞാൻ എങ്ങനെ ആയിപ്പോയി? നിന്നിൽ കൂടി മഹത്വം വെളിപ്പെടുത്താനാ ദൈവം നിന്നെ നോക്കുന്നത്. God wants to reveal His glory through you. ഓട്ടക്കളത്തിൽ ഓടുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ കുഴപ്പം എന്താ പറയുക? ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ അപ്പുറത്ത് അവൻ എങ്ങനെ ഓടുന്നത് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. അവനവന്റെ ട്രാക്ക് നോക്കി ഓടുക.
There are many who run in the race, but you're looking at someone else's track. മലയാളികൾക്ക് ഈ കുഴപ്പമുള്ളൂ. ഓടുന്ന പറഞ്ഞാൽ അപ്പുറത്തോനെ എവിടം വരെ ആയെന്നാ നോക്കുന്നത്. തിരിഞ്ഞു നിന്ന് അവനെ നോക്കിക്കൊണ്ടിരിക്കും. We Malayalis have the problem when you're running, you're turning back and നിന്നെ ഓടാൻ വിളിച്ചാൽ നീ ഓട് മുമ്പോട്ട്. You run, don't look at the other person. കുതിരയുടെ കണ്ണുകൾ കെട്ടിയിരിക്കുന്ന പോലെ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ നീ ഓടി തികക്കുക. You must set your eyes on the goal and finish your race. ഹല്ലേലൂയ. Hallelujah. ദൈവം നിന്റെ അകത്ത് വെച്ചിരിക്കുന്ന സാധ്യതകളെ ഉപയോഗിക്കാത്തത് ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യമാണ്, ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. You are insulting God if you are not using the possibilities God has given you. Your glory is released when you carry God's glory. ദൈവത്തിന്റെ മഹത്വം നീ വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിന്നിൽ കൂടി ആ മഹത്വം വെളിപ്പെടാൻ തുടങ്ങും. Your glory is released when you carry His glory. അവന്റെ മഹത്വത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി ഇരിപ്പുണ്ട്, അത് വെളിപ്പെടണം. And in His glory is His power, it must be revealed. ഈ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്നിധ്യം എന്ന് കൂടെ അതിനൊരു അർത്ഥമുണ്ട്. ഇപ്പൊ ഏദൻ തോട്ടം എങ്ങനെയാണ് ഏദൻ തോട്ടമായി ഇരിക്കുന്നത്? How does Eden garden become the garden? അതിനെ എങ്ങനെയാണ് പർദീസ എന്ന് വിളിക്കുന്നത്? ഏദൻ തോട്ടത്തെ പർദീസയായിട്ട് കാണുന്നതിന്റെ കാര്യം ദൈവമഹത്വം അതിനകത്തുള്ളത് കൊണ്ടാണ്. Why is it called paradise? Because God's glory is in it. അപ്പൊ മഹത്വം ഉള്ളിടത്തെല്ലാം അത് പർദീസയ്ക്ക് തുല്യമാണെന്നാണ് പറഞ്ഞതിന്റെ കാര്യം. Where there is glory, it's paradise. ആമേൻ, ഹല്ലേലൂയ. ഈ മഹത്വം മനസ്സിലാക്കിയവൻ, പർദീസയിൽ ഇരിക്കുന്നവൻ അല്ലെ ഈ തോട്ടത്തിനകത്ത് ഇരിക്കുന്നവൻ 36,000-ലധികം മൃഗങ്ങൾക്ക് പേരിട്ടത്. The one who is in the garden in glory named almost 36,000 animals. ആരും പറഞ്ഞില്ല ഓ ഒരു പുതിയ പഠിപ്പിക്കലും കൊണ്ട് വന്നേക്കുക. ആരെങ്കിലും പറഞ്ഞു ആനയെന്ന് പേരിട്ട് പറയാ, പിന്നെ ആന ഒരു പുതിയ പഠിപ്പിക്കലും കൊണ്ട് വന്നിരിക്കും. എടാ ചിലർക്ക് ചിലത് വെളിപ്പെട്ട് വരും, നിനക്ക് വെളിപ്പെടാത്ത പാരുടെ കുഴപ്പാ. ദൈവ മഹത്വവുമായി ബന്ധപ്പെട്ടവന് മഹത്വത്തിന്റെ പുതിയ തലങ്ങൾ വെളിപ്പെട്ട് വരും. When he is connected to God in അവൻ അതിന് glory, പേരിടുമെന്ന്. he will name കാര്യം അവൻ അത് certain കണ്ടെത്തും. അതുകൊണ്ടാ ഡോക്സ എന്ന് പറഞ്ഞത്. He will find the names and that's why it's called കണ്ടെത്തിയവനാണ് doxa. കാബോദ എന്ന് പറയുന്നത്, കണ്ടെത്തിയവനാണ് ഷെക്കനയാണെന്ന് പറയുന്നത്. Those who find it out will say it's doxa and kaboth and shekinah. കണ്ടെത്താത്തവൻ എന്നും ഗ്ലോറി ഗ്ലോറി എന്ന് പറഞ്ഞ അവിടെ ഇരിക്കും. Those who don't find it out will keep saying glory. മഹത്വത്തിന് തന്നെ പല തലം. അതുകൊണ്ട് തന്നെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നീ പ്രവേശിക്കണം. Glory has different levels. You have to go from one level to the other. ഹല്ലേലൂയ. Hallelujah. അമ്മ ഇത് മുഴുവൻ എന്നാൽ ഒറ്റ അനുസരണക്കേടിനകത്ത് പർദീസയുടെ അവസ്ഥ മാറി, ആദാമിന്റെ അവസ്ഥകൾ മാറി, ഒറ്റ അനുസരണക്കേടിനകത്ത് സംഭവിച്ചതാ. One disobedient, paradise was lost. അതുകൊണ്ട് അവൻ പുറത്തു വന്നു, പർദീസ വിട്ട് പുറത്തു വന്നു. He came out. ലിസൺ ടു മീ കെയർഫുള്ളി, എന്നെ ശ്രദ്ധിക്കട്ടെ. പക്ഷെ കുരിശേ കിടക്കുന്ന കള്ളന് മനസ്സിലായി പർദീസ ഉറക്കാൻ പോവാ. But the thief hanging on the cross knew paradise is പർദീസ ഉറക്കാൻ പോവാ. He knew the കാര്യം paradise പർദീസ is open. തുറക്കുന്നവൻ താണ്ട് താക്കോലുമായിട്ട് വന്നിട്ടുണ്ട്. One who can open paradise is ഇപ്പൊ coming. ഞാൻ കുരിശേല രണ്ട് കിടക്കുന്നെങ്കിലും അവന് മനസ്സിലായി ഈ കുരിശേ കിടക്കുന്നവൻ ഇപ്പൊ അത് തുറക്കും, ഞാൻ അത് തുറക്കും. The one on the cross had a revelation that he is going to open paradise and I will ഈയിടെ be with കുറഞ്ഞ him. പക്ഷം നിനക്ക് കള്ളന്റെ ബുദ്ധിയിലും വരട്ടെ. At least may you have the wisdom of the thief on the നമ്മൾ cross. അതിനേക്കാളും വലിയ കള്ളപ്പെട്ടിരിക്കുന്ന കള്ളൻ ചിന്തിച്ച പോലെ ചിന്തിച്ച ഈ കിടക്കുന്നവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൻ ഇവിടെ ഇങ്ങനെ നഗ്നനായി കിടക്കുന്ന, അവർക്ക് വസ്ത്രം കാണും, ഇവന് വസ്ത്രം പോലുമില്ല, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഇവന്റെ കയ്യിൽ എന്തോ ഉണ്ട്. നിന്നെക്കാളും വ്യത്യസ്തനായി ചിലർ നിൽക്കുന്ന കാണുമ്പോൾ നീ പറയണം ഇവന്റെ കയ്യിൽ ഏതാണ്ടുണ്ട്, ഇവൻ ഏതാണ്ട് തുറക്കാൻ പോവുകയാണ്, ആ തുറക്കുന്ന മാത്രം ഞാനും കയറും. The one who is nakedly hanging on the cross and the thief who had clothes on it realized that this man is hanging naked without any fault and he knew that there is greater glory that he didn't have is going to be revealed അവിടെ കൊണ്ട് to him. അപ്പുറത്തെടുത്തിരിപ്പ ഇവൻ തുറന്നിട്ടേ ഉള്ളൂ, ഇവൻ എന്നെ തുറക്കാൻ, ഇവനെ കാണുക, ഈ നഗ്നതയിൽ കിടക്കുന്നവനെ കാണുമ്പോൾ ഇത്രയും വലിയ അപമാനമുള്ള ഇവൻ എന്നെ ഉണ്ടാക്കാൻ എന്ന മറ്റവന്റെ ആ മനോഭാവത്തിൽ ഇരിക്കരുത്. നീ ഇപ്പോൾ ഇവനിൽ കാണുന്നത് ഹല്ലേലൂയ എന്റെ ജീവിതത്തിന്റെ അടുത്ത തലത്തിലേക്ക് കയറാനുള്ളതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഓരോ വാക്കും നിനക്ക് സത്യമായി ഭവിക്കും. Don't have the attitude of the second thief who did not believe in what Jesus could do. ഹല്ലേലൂയ. Hallelujah. നമുക്ക് പലപ്പോഴും അറിയാതെ വന്നിരിക്കേണ്ട അവിശ്വാസമുണ്ടോ? അവിശ്വാസത്താൽ അത് പിന്നെ തൂങ്ങി കിടക്കുന്നു. If you have കുരിശേ കിടക്കത്തേ ഉള്ളൂ. you will still be hanging on the cross like the thief. നിനക്ക് അടക്കം കിട്ടും, പക്ഷെ മറ്റവനെ അടക്കി അവനെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. യേശു കർത്താവ് പറയാണ് നിനക്ക് ഇത്രയും ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് നീ എന്നോടൊപ്പം പർദീസയിലിരിക്കും. And Jesus said, if you have this understanding today, you will be Hallelujah. in paradise. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ഭയങ്കര മഹത്വം കണ്ടവനെ കുരിശിലെ കള്ളൻ. The
the thief on the cross actually saw great glory. അതാണ് റോമർ 5:17-19 എഴുതിയ 19ാമത്തെ വാക്യം. ഒരുത്തൻ അനുസരണക്കേടിൽ വരുത്തിയപ്പോൾ എല്ലാവരും അനുസരണക്കേടിനകത്തായി പോയെങ്കിൽ ഒരുത്തൻ അങ്ങ് അനുസരിച്ചു മൊത്തം. That's why it says in Romans 5:19, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ അനുസരണക്കേടിനകത്താണ് പാപം എന്ന് പറയുന്ന ലേബൽ ഉണ്ടാകുന്നത്. പാപികളായെങ്കിൽ പറഞ്ഞ് മക്കളെ, ഞാനും നീയും അനുസരണക്കേടിനകത്ത് പോയത് നമ്മൾ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടല്ല, എങ്കിൽ നമ്മൾ നീതിമാന്മാരായി തീരുന്നതും നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ഒരുത്തൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ്. because of one man's disobedience we all became sinners. We didn't become sinner because of our disobedience, because of someone else's, and so we would also become righteous because of the obedience of one person. ഈ രാജാൻ കൊച്ചിലെ മോഷ്ടിച്ചിട്ടുണ്ടോ രാജാൻ? അമ്മയ്ക്കറിയോ? പറയാമോ എന്തോ മോഷ്ടിച്ചതറിയോ? അടുത്തിരിക്കുന്ന അവന്റെ സ്ലേറ്റ് തുടയ്ക്കാൻ കൊണ്ടുവന്ന കാക്കത്തണ്ട് മോഷ്ടിച്ചത്. Maybe Raichan, when he was very young, രാജാന്റെ അയ്യത്ത് കാക്കത്തണ്ടില്ല. അറിയോ കാക്കത്തണ്ട് തന്നെ? കാക്കത്തണ്ട്. അതിനെന്താന്ന് അറിയത്തില്ല. കാക്കത്തണ്ട് ഞങ്ങൾ കൊച്ചിലത്തെ സംഭവം അല്ലേ. സ്ലൈറ്റും കൊണ്ട് പോയിരിക്കും. സ്ലൈറ്റിൽ ഇടുന്നൊരു പെൻസിലുണ്ട്, അത് ഒടിഞ്ഞ് നമുക്ക് തന്നെ പിടിക്കാൻ ഒക്കത്തില്ല. അപ്പോഴപ്പുറത്തും ഇങ്ങനെ നീണ്ടിരിക്കുന്നത് കാണാം. നമ്മളത് പതുക്കെ ഇങ്ങനെ എടുക്കും. ഉണ്ടായപ്പോൾ തൊട്ടേ മോഷണം തൊഴിലാക്കി മാറ്റിയ ആളാ. ഇതും കൊണ്ടാ കർത്താവിൻ്റെ അടുക്കലോട്ട് ചെല്ലുന്നത്. കർത്താൻ പറയാം, അതൊക്കെ വിടറാ, ഞാൻ നിനക്ക് വേണ്ടി നീതിയാക്കി തീർത്തേക്കും. നമ്മളിത് ഭയങ്കര തെറ്റുമായിട്ടോ കാക്കത്തണ്ട് മോട്ടിച്ചതും സ്ലൈറ്റും. അവൻ്റെ സ്ലൈറ്റ് നല്ല രസമായിരിക്കുന്നു. സ്ലൈറ്റ് സിംഗപ്പൂരിൽ നിന്ന് പപ്പ ഉണ്ടെന്ന് സ്ലൈറ്റ്. ഇനി സൈഡിലൊക്കെ ഇങ്ങനെ നല്ല ഇവിടെ പിന്നെ പ്രഭയുടെ കടയിൽ നിന്ന് വാങ്ങിച്ച പോലല്ല, നല്ലതാ. അപ്പം നമ്മളത് ചെയ്തു, നമുക്ക് അസൂയ മൂത്തിട്ട് ഒരു കുത്തു വിട്ട് പൊട്ടിച്ചത്. സ്ലൈറ്റിൻ്റെ മൂലയില്ല, പൊട്ടിപ്പോയി. പഴയ സ്ലൈറ്റിലൊക്കെ എഴുതിയവർക്ക് അറിയാമായിരിക്കും. സ്ലൈറ്റ് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ഇതിനകത്ത് കൈ ഒന്ന് പൊക്കി കാണിച്ച്. നിങ്ങളെല്ലാം സ്ലൈറ്റ് കണ്ടു പോയത്, പിന്നെ നീയും സ്ലൈറ്റ് കണ്ടാന്നോ? എന്നാ പിന്നെ ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഇപ്പോഴും സ്ലൈറ്റ് ഉണ്ടോ? ഞാനിപ്പോൾ സ്കൂളിൽ പഠിക്കാത്തതുകൊണ്ട് എനിക്കറിയാത്തത്. സത്യം ചോദിക്കുക, ഇതൊക്കെ വലിയ കുറ്റമാന്ന്. ഏതാ ഇങ്ങനെ സൈഡിൽ കൂടി പോയി അവന്റെ പെൻസിൽ നമ്മളെടുത്ത് പോക്കറ്റിട്ട് ആരും പറഞ്ഞില്ല. ഒറ്റ ഒരുത്തന്റെ അനുസരണക്കേടിലാൽ മൊത്തം അനുസരണക്കേടി പോയി. Because of one man's disobedience, all went into disobedience. അതാണ് ഗലാത്യർ 4-ാം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. വചനം എന്ത് ചെയ്യുന്നറിയാമോ? Galatians 4:23. വചനം എല്ലാവരും കൂടി പിടിച്ച് പാപത്തിനകത്ത് അടച്ചങ്ങ് വെച്ചു. The word shut up the scripture shut up everyone in sin. 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, 3:24 വാക്യം. ഗലാത്യർ 3-ന്റെ അങ്ങനെ അതിന്റെ മേളത്തെ വാക്യം കാണിച്ചു 23 എവിടെ സൂക്ഷിച്ചു? വിശ്വാസം വരുമ്പോ വെളിപ്പെടാനിരിക്കുന്ന വിശ്വാസത്തിനായിക്കൊണ്ട്. അതല്ലാതൊരു വാക്യം കൂടെ ഉണ്ട് അവിടെ, അതിന്റെ മേളിൽ എത്ര? ഇത് 22-ാമത്തെ വാക്യം. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരും എങ്ങനെയാ പോയത്? ഇതിന്റെ അടിയിലോട്ട് പോയത് എങ്ങനെയാ? നമ്മൾ വിചാരിച്ച് സ്ലേറ്റ് ഈ കല്ല് പെൻസിൽ മോട്ടിച്ചപ്പോൾ പോയതാന്ന്. അല്ല, ഈ തിരുവഴുത്ത് തന്നെ എല്ലാത്തിനെയും പിടിച്ച്. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, നമ്മളെല്ലാം പിടിച്ചൊരു ജയിലിലും കിട്ടും. ആ ജയിലിന്റെ പേരെന്നറിയാം? പാപം. പാപം എന്ന് പറഞ്ഞ ജയിലിലിട്ടു. എല്ലാത്തിനെയും കൂടെ രക്ഷിക്കുന്ന ഒരു ദിവസം വരിക കുരിശ്. ആ കുരിശിലെ ഏകന്റെ ലംഘനത്താൽ പാപം മരണം വാണതുപോലെ ഏകന്റെ അനുസരണത്താൽ, റോമർ 5:17 ഏകന്റെ അനുസരണത്താൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർക്ക്. ഇത് വിശ്വസിക്കുന്നവർക്കേ ഉള്ളൂ കേട്ടോ. വിശ്വസിക്കാൻ ചുമ്മാ പറഞ്ഞ ഇത് പറയുന്നതിനല്ലേ എതിരും പറഞ്ഞുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ നീ ഇത് വിശ്വസിച്ചാൽ നീ ഫ്രീ ആയി. When you believe, you are free. മനസ്സിലായോ? നിനക്ക് എങ്ങനെ ഈ ഫ്രീഡം ഉണ്ടാകുന്നറിയോ? നീ ഇത് വിശ്വസിച്ചാൽ നീ ഫ്രീ ആയി. നിന്നെ ഒന്നിനും തൊടാൻ ഒക്കത്തില്ല. നിന്റെ അകത്ത് സംശയമാണ് നിന്നെ പലപ്പോഴും പിടിച്ച് കൂഞ്ഞു വിലക്കിടുന്നത്. അവിടെ കിടക്കും, വരത്തില്ല. കാര്യം അതിന്റെ പ്രശ്നം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, മഹത്വം വെളിപ്പെടണമെങ്കിൽ സ്വാതന്ത്ര്യം വരണം. To reveal glory, there has to be സ്വാതന്ത്ര്യം വന്നില്ലെങ്കിൽ അതിനകത്ത് കൂച്ചുവലം കിട്ടതുപോലെ ഇങ്ങനെ അടിക്കും. ചർച്ചിലൊക്കെ വരും, പക്ഷേ ചർച്ചിൽ വന്നാലും നമ്മളെന്ത് അറിയാം? ഈ പറയുന്നൊന്നും ശരിയല്ല, എനിക്കറിയാം, അങ്ങനെ ഇരിക്കും. മനസ്സിലായി? ഇപ്പൊ ആർക്കെങ്കിലും കൊണ്ട് പൊട്ടിപ്പോട്ടം വിചാരിച്ചിട്ടാ പറയുന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ കേട്ടു സ്വതന്ത്രമൊക്കെ പറയുന്നതേ ഉള്ളൂ. ഇത് മൊത്തം ഇതൊന്നും അല്ല കേട്ടോ, ഇത് ഞാൻ പണ്ട് പഠിച്ചതാ, അതാ കറക്റ്റ് എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ആ പാസ്റ്റർ അങ്ങനല്ലല്ലോ പറഞ്ഞു, ആ മറ്റേ പ്രസംഗം ഞാൻ ഇന്നലെയും കേട്ടാന്നല്ലോ യൂട്യൂബിൽ, അന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ.
That pastor doesn't speak like this, you'll be in bondage. എടാ, ഇന്നലെ ജോസഫിന്റെ സഹോദരന്മാർ പറഞ്ഞല്ലേ അവനെ കടിച്ചു കീറി തിന്ന് താണ്ട് ഉടുപ്പ് താണ്ട് കിടക്കുന്ന അപ്പച്ചാന്ന് പറഞ്ഞല്ലേ, ഇന്ന് പറയാ അവൻ അങ്ങനല്ല കേട്ടോ, അവനിപ്പം ഈജിപ്തിലെ പ്രധാനമന്ത്രിയാ കേട്ടോ. അവരുടെ വാ കൊണ്ട് തന്നെ നിങ്ങളുടെ വാ കൊണ്ട് മാറ്റി പറയണം. Joseph brothers changed the report about him. സഹോദരന്മാരെ, പണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ തെറ്റായിട്ട്, ഇന്ന് നീ ആ അതേ വായു ഉപയോഗിച്ചിട്ട് തിരുത്തി പറ. Things that you spoke wrongly, എന്റെ you യേശു must എനിക്ക് correct വേണ്ടി it. കുരിശിൽ എനിക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കൊണ്ട് ഞാൻ ഇനി നരകത്തിന്റെ അവകാശികളല്ല, ഞാൻ സ്വർഗത്തിന്റെ എന്റെ മേലെ കിരീടം വന്നിരിക്കുകയാണ്. Because Jesus has given me everything on the cross, I am not part of hell. ഞാൻ ശാപത്തിന്റെ കീഴിലല്ല, ഞാൻ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, ഞാൻ ഒന്നിന്റെ അടിമയല്ല, ഞാൻ കൃപയുടെ അടിമയാണ്. I'm not under curse or law, I am under grace. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അധികമായി പറഞ്ഞേ, അധികമായി ജീവനിൽ വാഴും. Therefore I will reign in life. അതിനു മുമ്പിൽ ഒരു വാക്ക് കിടപ്പുണ്ട്, സമൃദ്ധി ലഭിക്കുന്നവർക്ക് ഇത് കിട്ടത്തുള്ളൂ. സമൃദ്ധി ലഭിക്കുന്ന ചിന്താരീതികളെ മാറ്റുന്നവർക്ക്. Those who receive the abundance of grace when their mindset is changed. It took many years for me to learn this. കാര്യം ബൈബിൾ കോളേജിൽ പോയി കുന്തം പഠിച്ചതോടെ എൻ്റെ തലയ്ക്കകത്ത് പെരുപ്പ് കയറാൻ തുടങ്ങി. When I went to Bible college and learned, തിയോളജി പഠിച്ചതോ എസ്കറ്റോളജി പഠിച്ചതോടുകൂടി ഇപ്പോൾ കർത്താവ് നിന്നെ ന്യായം വിധിക്കും എന്നുള്ള ചിന്താഗതിയിലാണ് ഞാനും കിടന്നത്. I was also stuck in the thought that God is going to judge me. അവിടെയാണ് കർത്താവ് കുരിശ് കാണിച്ചിട്ട് പറഞ്ഞിടാ, ന്യായമായി വിധിച്ചവനാണ് ഞാൻ. That is when the Lord showed me the cross and said, എന്നെ I have നിന്നെയും judged കർത്താവ് already. അവൻ കുരിശിന്റെ മേൽ കയറി ന്യായമായി വിധിച്ചത് കൊണ്ട് ആ സ്വാതന്ത്ര്യം തന്നു നമ്മുടെ മേൽ. He is already judged his son on the cross and given me freedom. 1 കൊരിന്ത്യർ 4:17 ഇരിക്കുന്നവർ ഇപ്പോൾ അവൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നമ്മൾ വിട്ടിരിക്കണമെന്ന് അവന്റെ ആഗ്രഹം. 1 John 4:17 says, as he is, so are we in this world. So are we in this world. നമ്മൾ ഇവിടെ അവൻ അവിടെ ഇരിക്കുന്നത് പോലെ നമ്മൾ ഇവിടെ അവനെ പോലെ ഇരിക്കണം. As he is there, so are we in this world. Hallelujah. Hallelujah. കരമെല്ലാം ഉയർത്തി കർത്താവിന്റെ ഒരു മഹത്വം കരയറ്റിക്കാട്ടെ. Lift up your ഓ hands. ഹല്ലേലൂയ. അനുസരണക്കേട് വന്നപ്പോൾ ദൈവത്തിന്റെ തേജസ് നഷ്ടമായെങ്കിൽ, ഹല്ലേലൂയ, ഗ്ലോറിക്ക് വിരോധമായി ഡിസൊബീഡിയൻസും പാപവും അനുസരണക്കേടും എല്ലാം ഈ മഹത്വത്തിന് വിരോധമായി നിന്നപ്പോൾ കർത്താവ്, ഹല്ലേലൂയ, കുരിശിന്റെ മേൽ കയറി സകലതിനെ നിഷ്ഫലമാക്കി നമ്മുടെ അകത്തേക്ക് അവൻ പ്രവേശിച്ചു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ നിന്റെ അകത്ത് വാഴുന്നു. When disobedience and sin were opposite to glory, the Lord went on the cross and put this hope of glory in us. Oh my God, hallelujah. Hallelujah. Come back to Acts, അപ്പോസ്തലപ്രവൃത്തികൾ 28-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വന്നാൽ, Let's come back to Acts chapter 28 verse 1. പൗലോസിന്റെ യാത്രയുടെ ലക്ഷ്യം എന്താണ്? What was the purpose of Paul's journey? അവന് റോമിലേക്ക് പോകുന്നതിന്റെ കാര്യം എന്താണ്? Why was he going to Rome? കാര്യം അവനറിയാം അവിടെ ചെല്ലുമ്പോൾ യേശു കർത്താവിനെ വിറ്റ്നസ് ചെയ്യണം, സാക്ഷിയായിട്ട് നിൽക്കണം. He had to witness Jesus. To witness Jesus. That is why he is going to, he is traveling to Rome. അവന്റെ തടവുകാരനായിട്ട് പോകുന്നെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ കൈസറിന്റെ മുമ്പിൽ അവൻ നിൽക്കും, ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കും. അവന്റെ പർപ്പസ് അതാണ്. അവിടെ ചെന്നാൽ യേശു കർത്താവിനെ കുറിച്ച് അവൻ പ്രസംഗിക്കും. He had to stand before Caesar and witness about Jesus. പക്ഷേ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്? മാൾട്ടയിലെത്തി, മെലീത്ത ദ്വീപിലെത്തി. എങ്ങനെയാണ് പറയുന്നത്? ആ പ്രഭാതം അങ്ങോട്ട് പൊട്ടിവിടർന്നപ്പോൾ, കപ്പൽ ഛേദമെല്ലാം വന്നപ്പോൾ, കപ്പലിനെ നശിക്കുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ആ ദ്വീപ് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ദ്വീപ് തിരിച്ചറിയാണ് ഇത് മെലീത്തയാണെന്ന് തിരിച്ചറിഞ്ഞു. After the ship was wrecked, he realized this is Melita Island. 2 കപ്പലിൽ ഇവർ കയറി യാത്ര ചെയ്തു. ആദ്യം വന്നൊരു കപ്പലിൽ നിന്ന് ഇറക്കി അടുത്തൊരു കപ്പലിൽ കയറി യാത്ര ചെയ്യുക. They went in 2 ships. 5 തരം കാറ്റുകളാണ് സംഭവിക്കുന്നത്. 27-ാം അധ്യായത്തിനുണ്ട് 4-ാമത്തെ വാക്യത്തിന് ശ്രദ്ധിച്ചാൽ പ്രതികൂല കാറ്റടിച്ചു. In chapter 27 we read about 5 kinds of wind. യാത്രകളിൽ ചില കാറ്റുകൾ അടിക്കും, പ്രതികൂലത്തിന്റെ കാറ്റടിക്കും. In your journey there will be wind of obstacles. 7-ാം വാക്യം ശ്രദ്ധിച്ച്, നിന്റെ യാത്ര മുമ്പോട്ട് പോകാൻ സമ്മതിക്കാത്ത കാറ്റ്. In 7th verse there is a wind that stops your journey. 13-ാം വാക്യം ശ്രദ്ധിച്ച്, പിന്നെ യാത്ര ചെയ്തു പോകുമ്പോൾ തെക്കൻ കാറ്റ് വീശിയാണ്. Then comes the southern wind. 2 കാറ്റടിച്ചു കഴിഞ്ഞ ഉടനെ യാത്ര സുഗമമായി യാത്ര നടക്കുന്നു എന്നറിയുമ്പോൾ ഈ പ്രതികൂലങ്ങളൊന്നും ഇല്ല എന്ന്, എല്ലാം ശരിയായെന്ന് വിചാരിക്കുമ്പോഴാണ് തെക്കക്കാറ്റടിക്കുന്നത്. When they thought that everything was okay, that's when the southern wind blows. അടുത്തൊരു കാറ്റ് 14-ാമത്തെ വാക്യത്തിൽ കിടക്കാം, വിരോധക്കാറ്റ്.
Then there is a wind that was opposing. നിന്റെ മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താത്ത ഒരു കാറ്റ്, വിരോധമായിട്ട് നിൽക്കുന്ന കാറ്റ്. Then there is a wind that opposes your journey. 18-ാം വാക്യത്തിൽ ശ്രദ്ധിച്ച് ആ കാറ്റിന് വേറെ പേരിടുക, അത്യന്തം വലയ്ക്കുന്ന കൊടുങ്കാറ്റടിക്കുകയാണ്. It is a storm that was extremely terrible. യാത്ര ചെയ്ത് പോകുന്നതിന് മുമ്പിൽ വിവിധ തരത്തിലുള്ള കാറ്റുകൾ, പ്രതിസന്ധികൾ, പ്രതികൂല അവസ്ഥകൾ എല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. When you are taking a journey, there are many kinds of winds that are against you. Hallelujah. You have met with many incidents like this. ഇത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുപോലെ പല കാര്യങ്ങൾ സംഭവിച്ചു, പല കാറ്റുകൾ, പല പ്രതിസന്ധികൾ വന്ന് കാണുമായിരിക്കാം. പക്ഷേ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും, നിന്റെ കപ്പൽ തകർന്നാലും, ആമേൻ ഹല്ലേലൂയ, ഒരു കഷണം പല മതി മോനെ, നീ എത്തേണ്ടടുത്ത് ഇന്ന് എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുക. Maybe all these kinds of winds blew against you and your ship is completely wrecked. One plank is enough for God's glory to be revealed. 23-ാം അധ്യായം 12-ാം വാക്യം ശ്രദ്ധിച്ചാൽ 40 പേര് പൗലോസിനെ ഒടുക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തേക്കുവാ. In chapter 23 verse 12, 40 people wanted to finish. അവർ പറയുന്നത് നീ ശപഥം ചെയ്തിരിക്കുക. കാര്യം അവരെന്ത് ചെയ്തു? അവര് ഇനി വെള്ളം പോലും ഞങ്ങൾ കുടിക്കത്തില്ല, ഇവനെ ഒതുക്കിയിട്ടേ ഉള്ളെന്ന് അവർ തീരുമാനമെടുത്തിരിക്കുക. They have taken a vow that we won't eat or drink until this man അങ്ങനെ is കരുതുന്നതിന്റെ finished. മുമ്പിൽ മഹത്വം ദൈവം വെളിപ്പെടുത്തും. Before them God will reveal glory. നോക്കിയേ 28-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഈ കാറ്റുകളൊക്കെ അടിച്ചു തകർന്ന് പലകയിൽ പിടിച്ച് ഇവൻ മെലിത്ത ദ്വീപിലെത്തി. മെലിത്ത ദ്വീപാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ മുമ്പിൽ വന്നിരിക്കുന്നു. When he understood that this is the island of Malta, few people are standing before you. സെന്റിനൽ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനകത്ത് ഇന്ത്യ ഗവൺമെന്റ് പോലും അവിടെ പോകല്ലെന്ന് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. 2000 പേരെങ്ങാണ്ടേ ഉള്ള എൻ്റെ പോപ്പുലേഷൻ. ആ സെന്റിനൽ ഐലൻഡിൽ പോകാൻ പറ്റത്തില്ല. കാര്യം അവിടെ അങ്ങനെ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവർ അന്നേരം അമ്പ ചെയ്ത് കൊന്ന് നമ്മളെ കയറിയും. കാര്യം കുറച്ച് കറുത്ത വർഗ്ഗക്കാരൻ കണ്ട് അവിടെ ജീവിക്കുന്നത്. We have a particular island near Andaman and Nicobar Islands called Sentinel Island, which is prohibited by Indian government because there are man-eaters, tribal people, few in number living there. ഒരു സുവിശേഷകനാണെങ്കിൽ അവരെ മുഴുവനും മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹം ഈ എന്താ പറയുന്നത്, ബോട്ട്, മത്സ്യം മീനെ പിടിക്കുന്നവരുടെ ബോട്ടിൽ കയറി അവിടെ ചെന്നു. 2 പ്രാവശ്യം അവർ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞ് അയാളെ ഫ്രീ ആയിട്ട് വിട്ട. പിന്നെ 3-ാമത്തെ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ കണ്ടോണ്ടിരിക്കുക, ഈ ബോട്ടെ കൊണ്ടുപോയ മനുഷ്യൻ കണ്ടോണ്ടിരിക്കുക, അയാളെ കൊന്നു. And a missionary tried to reach them 2 times. They told him leave the place. He did not comply. The 3rd time, the people, the fishing boat people saw him being killed mercilessly by these tribal അതുപോലത്തെ ഒരു people. കൂട്ടത്തിനകത്ത് എന്ന് കയറിയിരിക്കുന്നത്. ഇത് എന്തോന്ന് പോലും അറിയത്തില്ല, ഏതോ ബർബരന്മാരുടെ ഇടയിലേക്ക് ചെന്ന് കയറിയിരിക്കുക. So such an island is where Paul is entering. People നീ with മഹത്വം ക്യാരി ചെയ്യുന്നവനാണേ ഉണ്ടല്ലോ, അവര് നിന്നോട് അൺയൂഷ്വൽ കൈൻഡ്നസ്, ഇന്ന് വരെ ആരോടും കാണിക്കാത്ത ദയ, സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്ന നിന്റെ മേൽ വന്നിറങ്ങും. When God's glory is upon you, Paul found unusual kindness even from these barbarians. സ്വന്തം യഹൂദന്മാര് അവനെ കൊല്ലാൻ നോക്കുക. His own people wanted to kill. അവനെ കൊല്ലം 40 പേര് ശബ്ദം എടുത്തിരിക്കും, നിന്നെ കൊന്നുകളയുമെന്ന് അവർ ശബ്ദം എടുത്തിരിക്കുമ്പോ ആരാന്ന് പോലും അറിയാൻ വയ്യാത്ത ഏതോ ദ്വീപവാസികൾ ഇവന് വേണ്ടി രക്ഷയൊരുക്കുന്ന ദൈവത്തിന്റെ മഹത്വം. But these tribal people who didn't even know him, God made a way for Paul. അവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, അസാധാരണമായ ദയ കാണിച്ചു. ഇന്നത്തെ ആഗ്രഹിക്കണം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നതല്ല, നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത ഇടത്ത് ദൈവം തന്റെ അസാധാരണമായ ദയ ചിലവരിൽ കൂടി വെളിപ്പെടുത്തും. Where you are unfamiliar, God will reveal unusual kindness through certain people. 3-ാമത്തെ കാര്യം, ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന ഉടനെ പൗലോസ് വിറക് കായാൻ വേണ്ടി വിറകെടുത്തു. And Paul took some firewood to make fire. വിറകെടുക്കുന്ന പറഞ്ഞാൽ താഴ്മയെ കാണിക്കുന്ന, അയാളുടെ എളിമത്വത്തെ കാണിക്കുന്ന വിറകെടുത്തു. He picked up those woods. വേണേ ഇങ്ങനെ പറയായിരുന്നു, ഞാനില്ലായിരുന്ന 275 രക്ഷപ്പെട്ടതൊക്കെ ഞാൻ മൂലമാണ്. വേണേ എനിക്ക് വിറകെടുത്തോണ്ട് വരാനല്ല പറയുന്നത്. അവിടെയും ഇത്രയൊക്കെ നീ ചെയ്തിട്ടും നീ പിന്നെ നിന്റെ സെർവൻഹുഡ് മെന്റാലിറ്റി, ദാസ്യ മനോഭാവം വരാതെ ഒരാൾ ഒരിടത്തും ഒന്നും നേടത്തില്ല. Unless you have a servanthood mentality, you will never rise anywhere. ആമേൻ, ഹല്ലേലൂയ. ഞാനല്ലേ രക്ഷിച്ചെന്ന് പറഞ്ഞൊരു ഭാവം അയാൾക്കില്ല. Paul did not have any pride because he നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ പേര് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് നമ്മൾ പണങ്ങിയിരിക്കും. ഓടി ചെന്നിട്ട് എന്താ പറയാ, പ്ലേറ്റ് എടുത്തിട്ട് ഇതാ ചേച്ചി, ഇതാ സഹോദരി, ഇതാ ഈ ഫുഡ് കഴിച്ചിട്ട് പോകാൻ എടുത്ത് കൊടുക്കണം. അസാധാരണ ദയ കാണിക്കുന്ന അങ്ങനല്ലേ?
You must show unusual kindness to those around you, അങ്ങനല്ലേ കാണിക്കേണ്ടത്? ആദ്യമായിട്ട് വരുന്നവരൊക്കെ എന്ത് ചെയ്യണം? especially ഓടിച്ചെന്ന് newcomers. ഈ ആദ്യമായിട്ടാണ് വരുന്നെങ്കിലും 1000 ദിവസം വന്നതിന്റെ ഭാവത്തിൽ നിന്ന് പെരുമാറിക്കോണം. Even though they are newcomers, അപ്പോഴേ അസാധാരണ അല്ലേ? പുബ്ലിയോ ഈ ദ്വീപിലോട്ട് മെലിത്ത ദ്വീപിലോട്ട് ചെല്ലുന്ന അല്ല അമ്മാച്ചൻ്റെ പിള്ളേരും എല്ലാം അവിടെ നിൽക്കുന്നത്. വല്ലവരെയും പരിചയമുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അസാധാരണമായ ദയ കാണിക്കാൻ തുടങ്ങി. they were totally strangers, but നിന്റെ വീട്ടുകാരെല്ലാം നിന്നെ കുറിച്ച് രാവിലെ ഇറങ്ങി പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു നിന്നെ ശപഥം ചെയ്ത് കൊല്ലാൻ വേണ്ടി നോക്കിയിരിക്കുക വീട്ടുകാർ മുഴുവനും. people of your home want to just kill you. പക്ഷെ നിങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളുമായിട്ട് മനപ്പൊരുത്തമുള്ളിടത്താ പോയി ഇരിക്കുന്നത്, അവിടെ അസാധാരണമായ ദയ വെളിപ്പെടും. But we are in a place where unusual kindness will be revealed. ഹല്ലേലൂയ. ഈ Hallelujah. ചിന്ത വരുന്നവരെ നീ പോയി വിറക് എടുക്കും. And when you know that, you will go pick up the അല്ലേ? wood. അപ്പുറത്ത് പോയി ആ പ്ലേറ്റ് എടുത്ത് അസാധാരണ മയക്കത്ത് നീ പോയി നീ സെർവന്റ് ആയിട്ട് മാറും. You should become a servant. ഞാനാണ് Take plates ഇവിടുത്തെ for അധികാരി others, എന്ന് not for പറഞ്ഞിരിക്കുന്നതിലെ lunch. സെർവന്റ് ആയിട്ട് മാറും. You must become a servant. വിറക് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ചൂട് തട്ടിപ്പ് എന്തോ സംഭവിച്ചു? When the heat came, what happened? അണലി. There was a viper. അണലി എന്തോ ചെയ്തു? 275 തൊട്ടില്ല. It did not touch the 275 people. പക്ഷെ 275 മറുകര എത്തിച്ചവൻ പിന്നെയും വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോ അവനെ കയറി പിടിച്ചു അണലി. But the one who is still working, who saved these 275, ലീഡർഷിപ്പിൽ നിൽക്കുന്നവനെ നീ പിന്നെയും ക്ഷീണിക്കാതെ പ്രവർത്തിക്കുമ്പോൾ ചിലതൊക്കെ നിന്നെ കടിച്ചു തൂങ്ങി നിൽക്കും. if you are in leadership, there may be vipers that will നീ get സൺഡേ fastened സ്കൂൾ to you. ടീച്ചർ ആയിരിക്കാം, പാട്ട് പാടാൻ കയറി നിൽക്കാതിരിക്കാം, നിനക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നിന്നെ കടിച്ചു തൂങ്ങുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും. Maybe you are a Sunday school teacher, people might be speaking against you. അപ്പൊ നീ എന്ത് ചെയ്യണം? കുടഞ്ഞു കളഞ്ഞോണം. അത് വെച്ചോട്ടൊന്നും ഇരിക്കരുത്. What do you have to do? Shake it off. ആമേൻ. കളഞ്ഞോണം. Shake it off. കാര്യം മഹത്വം നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാ. Glory is going to be revealed. മഹത്വം വെളിപ്പെടുന്നെങ്കിൽ നീ അതിനെ പിടിച്ചോണ്ടിരുന്ന നീ അവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് കുടഞ്ഞു ദൂരെ കളഞ്ഞോണം. Don't hold on to the viper, shake it off, because glory is going to be revealed. അണലിയുടെ അകത്ത് എന്തോ ഉള്ളത്? What is there inside viper? വിഷമുണ്ടല്ലേ? നിന്റെ അകത്ത് എന്തോ ഉള്ളത്? അതിനേക്കാളും വലിയ വിഷമാണ്. നിന്റെ അകത്ത് മഹത്വമായിരിക്കുന്നു. ഞാൻ വിചാരിക്കും ഇവിടെ ഇരിക്കുന്ന വെള്ളത്തിനെ കഴിച്ചിട്ട് അണലി അന്നേരം ചത്തുപോയി അല്ലേ? നമ്മുടെ അകത്തിരിക്കുന്ന എന്തുവാ? മഹത്വം. വിഷത്തിന്റെ എതിരെന്തുവാ? വിഷത്തിന്റെ എതിരെന്തുവാ? മഹത്വം. മഹത്വമുള്ള നിന്നെ വിഷമുള്ള അണലി കടിച്ചാൽ അണലി ജീവനോട്ടിരിക്കുമോ? ഇരിക്കുമോ? ഇത് ചിന്തിച്ചോണം എപ്പോഴും. അസാധാരണമായ ദയ കാണിക്കുന്ന സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നീ മഹത്വം വെളിപ്പെടുത്തിക്കോണം. If God has brought you to a place where there is unusual glory, reveal His നിന്റെ glory. അകത്തിരിക്കുന്ന എന്തോ? നിന്റെ അകത്തിരിക്കുന്നതോ What is മഹത്വത്തിന്റെ inside you? പ്രത്യാശയായ ക്രിസ്തുവായിരിക്കുന്നത്. Hope of glory, Christ is in you, not venom. അവരവിടെ മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ കാണാം അണലി കടിച്ചാൽ എന്തൊക്കെ സംഭവിക്കാം. What happens when the viper bites മുമ്പോട്ട് you? കാണിച്ച് മുമ്പോട്ട് പോട്ട്. അണലി കടിച്ചാൽ എന്തൊക്കെ സംഭവിക്കാം? ഇപ്പം കണ്ണ് മങ്ങാൻ തുടങ്ങും, അവന്റെ കണ്ണിന്റെ കാഴ്ച പോകും, ഇപ്പം നീ വീർക്കും, ഇപ്പം നീ ചത്തുപോകും എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. കാര്യം അണലി കടിച്ചിട്ടുണ്ടെങ്കിൽ നീതി ദേവത കോപിച്ചിട്ടുണ്ട്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, ആ ദ്വീപിലുള്ള മനുഷ്യർ വിചാരിക്കുന്ന നീതി ദേവത അണലിയായിട്ട് വന്ന് ഇവരെന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, ഇത് തകർന്ന് ഇവിടെ കയറണമെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. എടാ മോനെ, നിന്റെ അറിവിനെ മാറ്റാനാ ഇവരെ ഇതിനകത്തോട്ട് കയറ്റിയത്. കാര്യം നിന്റെ അപ്പം തന്നെ ദീനമായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? പുബ്ലിയോസേ, നിന്റെ ദ്വീപിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. People of the island thought that Paul was going to die, but when he did not die, they realized there is something special about him. God's glory was going to be revealed. തീർത്ത് ചാകുമെന്ന് പറഞ്ഞു നോക്കി ആൾക്കാർ നോക്കി നിൽക്കുക, ഇങ്ങനെ നോക്കി നിൽക്കുക, പലതിനെ നോക്കി ഇങ്ങനെ നിൽക്കുക. നിനക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് നോക്കി ഒത്തിരി പേര് നിപ്പുണ്ട് കേട്ടോ. When Paul was bitten by the snake, people were looking to him to see if he would get swollen and die. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിമിത്തം നീ അങ്ങനെ ഉള്ളതിനെല്ലാം കുടഞ്ഞു ദൂരക്കളാം. By the power of the Holy Spirit, you must shake off those things. ആൾക്കാർ നിന്റെ മരണത്തെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്റെ മഹത്വം നീ വെളിപ്പെടുത്തും. People are waiting to see your death. Reveal God's glory in front of them. ആ കടിച്ച കൈ കൊണ്ടാണ് 66 പുസ്തകത്തിനകത്ത് 14 പുസ്തകം ഇരുന്ന് കുത്തിയിരുന്ന് എഴുതിയത്. With that hand, he wrote these books of the Bible. ഹല്ലേലൂയ. Hallelujah. പുറത്ത് നിന്നാൽ പൗലോസിനെ പുറത്ത് നിർത്തിയ സുവിശേഷ പ്രസംഗം. When Paul is outside, he will do ministry. അകത്ത് കയറി കഴിഞ്ഞാൽ If he is inside, ലേഖനങ്ങൾ പുറത്തു വരും.
He will write epistles. എവിടെ കിടന്നാലും ചിലവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. Wherever they are, they will keep working. ഹല്ലേലൂയ. ഇനിയിപ്പോ അറിയാൻ വയ്യാത്ത സ്ഥലത്തേക്കാ നീ യാത്ര ചെയ്താലും ഒരു കഷണം പലക മറി നീ അതിന്റെ അപ്പുറത്ത് ആ ദ്വീപിനെ കൂടെ മാറ്റിക്കളയും. Even in strange land, you can convert an entire island. ആമേൻ. ഹല്ലേലൂയ. മഹത്വം വ്യാപരിക്കുമ്പോൾ ഓരോന്നൊക്കെ വന്ന് കടിക്കാൻ നോക്കുന്നത്. When glory is revealed, some things will try to bite അന്നേരം you. ചുമ്മാ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കാതെ കുടഞ്ഞെടുത്ത് ഒറ്റ കളച്ചിൽ കളയാ. Don't complain, just shake it off. ആ കാര്യം നിന്നെ വിളിച്ചത് നിന്നെ മഹത്വം വെളിപ്പെടുത്താനാ. To reveal glory, you are called. ആമേൻ. ഹല്ലേലൂയ. തീക്കകത്ത് In the midst of the fire, അർത്ഥം എന്നറിയാം, അഭിഷേകത്തിനകത്ത് പലതും വെളിപ്പെട്ടു വരും. in the midst of anointing, many things will be revealed. ആ ദ്വീപിനകത്ത് ഉണ്ടായിരുന്ന അണലി കടിച്ചവന്റെ കൈ കൊണ്ട് തന്നെ പുബ്ലിയോസിന്റെ അപ്പന്റെ മേൽ കൈവച്ച് അവന്റെ രോഗത്തെ എന്നേക്കുമായി മാറ്റി, അവനെ സൗഖ്യമാക്കി. And in the hands of the one who was bitten by the viper, he healed Publius's father's ഞാൻ എന്റെ വാക്കുകൾ sickness. അവസാനിപ്പിക്കട്ടെ. തകർച്ച ഉള്ളിടത്ത് മഹത്വം കർത്താവ് വെളിപ്പെടുത്തും. God will reveal glory where there is destruction. തകർന്ന് കിടക്കുന്ന ചില വീട്ടിനകത്ത് നിന്റെ കയ്യിൽ കടിച്ചിട്ടുണ്ടെങ്കിൽ, നീ കുടഞ്ഞു കളിച്ചിട്ടുണ്ടെങ്കിൽ, ആ കൈ വെച്ചു തന്നെ ആ രോഗത്തെ പൂർണ്ണമായി മാറ്റിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ മഹത്വം നിന്റെ കയ്യിൽ കൂടി വെളിപ്പെടുത്തും. God will reveal His glory through your hands amidst destruction. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിന്നെ ജയത്തോടെ നിർത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. കരമെല്ലാം ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റി പറ, ഹല്ലേലൂയ, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിലുകൾ ചാടിക്കടക്കും. With my God I will scale over the wall. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവേ നിന്റെ മഹത്വം എനിക്കൂടെ വെളിപ്പെടുത്തണം? How many of you desire, God, your glory should be revealed to me? ഹല്ലേലൂയ. Hallelujah. പലരും മരിച്ചു പോകേണ്ടതായിരുന്നു. Many would have died. 275 തകർന്നു പോകേണ്ടതായിരുന്നു. 270 people would have died. പക്ഷെ ഒരുത്തന് ദൈവശബ്ദം കേൾക്കാൻ ഇടയായി. But one person heard the voice of God. ഈ യാത്രയ്ക്ക് ഞാൻ മഹത്വത്തിന്റെ യാത്ര എന്നാ പേരിട്ടിരിക്കുന്നു. I call this voyage a voyage of glory. നിങ്ങളുടെ ഈ ജേർണിക്ക് നിങ്ങൾ ആ പേരിട്ടാൽ യു ആർ ഇൻ എ ഗ്ലോറി ട്രാവൽ.